മുത്തുമണികളന്ന് ഞായറാഴ്ച ആയതുകൊണ്ടേ മജീദിന് ലീവാണ്. ഞാനും മജീദും കൂടെ അവൻ്റെ സ്കൂട്ടി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ കുറ്റൂർ പോയതായിരുന്നു. കുറ്റൂർ പോയി തിരിച്ചു വരികയാണ്. ഞങ്ങളെ നാട്ടുപ്രദേശമാണ് കേട്ടോ അത്. ഒരു റെയിൽവേ ലെവൽ ക്രോസിംഗ് ഉണ്ട് ഇവിടെ, അത് കവർ ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ ഡബിൾ പാതയാണ് റെയിലൊക്കെ. മുമ്പൊക്കെ സിംഗിൾ പാത ആയിരുന്ന സമയത്തേ ഒരുപാട് സമയം ഗേറ്റ് ഇടവിലൊക്കെ പെട്ടാൽ കുടുങ്ങിപ്പോവും. ഇപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞ് ഇങ്ങനെ പോരും. അപ്പോൾ നമ്മളിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വഴിയിൽ ഇങ്ങനെ അത് കണ്ടില്ലേ, ഈ പാടവക്കിൽ നല്ല ഭംഗിയാക്കിയിട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. പെയിൻ്റൊക്കെ അടിച്ച് ഇരിപ്പിടങ്ങളൊക്കെ വെച്ചിട്ട്. എറണാകുളം മറൈൻ ഡ്രൈവിലൊക്കെ പോയ മാതിരി അല്ലേ. ഈ ക്ലബ്ബിൽ പണിയെടുക്കുന്നു യുവതാര അല്ലേ, ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കുറ്റൂര്. ഇവിടെ ഭയങ്കര സെറ്റപ്പ് ആക്കിയിട്ടാണ് വരുന്നത്. അവിടെ ആ ചായക്കട അവർ തന്നെ അതിൽ പെട്ട തന്നെയാണ് അല്ലേ. ഇങ്ങനെ ഒരു വേറെ സംഭവം ഒന്നുമില്ല. ഒരു എന്താണ് വന്ന് ഒരു ആ വണ്ടി ഇങ്ങനെ മുറിഞ്ഞിട്ട് അപകടം നടന്നു, അത്രേ ഉള്ളൂ. അത് ശരിയാ. നിങ്ങൾ വരുന്നത് ഇവിടെ ഇനിയിപ്പോ എൻ്റെ എന്താണ് വൈഫൈ ബോക്സ്, പാനി, വെള്ളത്തിന്റെ സൗകര്യം ഒക്കെ ഉണ്ട്. പിന്നെ അവിടെ മുതൽ അവിടെ നിന്ന് മധുര ഈ മധുര മുന്നിൽ പെട്ട പണിയുണ്ട്. അത് വൈറ്റ് പണിക്ക് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. അവിടെയുള്ള സെറ്റപ്പ് ഒക്കെ വരാണ്ടല്ലേ. വണ്ടി പാർക്കിംഗ് അതിനകത്ത്. അത് ശരിയാ. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. ആ തലക്കെ നമ്മളൊരു ചായക്കട, നമുക്ക് അങ്ങോട്ട് പോവാം. എന്താണ് സംഭവം, എന്താ വെറുതാണിത്. യുവതാര സ്ട്രീറ്റ്, യുവതാര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്, എസ്റ്റാബ്ലിഷ്ഡ് 90 അല്ലേ, 90s കിഡ്സാണ്. സെറ്റപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവരൊക്കെ. മുമ്പ് ഇവിടെ ഫുട്ബോൾ കളി നടന്നിരുന്നു ഈ ഗ്രൗണ്ടിൽ തന്നെ. ഇവിടെ ഒരു ഗ്രൗണ്ടായിരുന്നു. ഇപ്പോൾ നല്ലൊരു സെറ്റപ്പ് ചായക്കട അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. നല്ല വൈബിൽ അവിടെ നിന്ന് പോയി വെക്കാം. ഒരു അടിപൊളി ചായക്കട അല്ലേ. വീഡിയോ എടുത്തൂടെ? നമ്മൾ ചെറിയൊരു വീഡിയോ കവറിങ് നടത്തുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്കൊന്നും. നിങ്ങളൊക്കെ ഇപ്പോൾ ഈ ക്ലബിൻ്റെ ആൾക്കാരാ, യുവതാര ക്ലബിൻ്റെ ആൾക്കാരാണല്ലേ. കുറേ മുമ്പൊക്കെ നമ്മളിവിടെ വന്നിരുന്നു. അന്ന് കളിയൊക്കെ നടത്തിയിരുന്നു നിങ്ങളിതിൽ അല്ലേ. ഇപ്പോൾ ഫുട്ബോൾ കളിയൊന്നുമില്ല അല്ലേ. പക്ഷെ ഇത് നല്ല രസമായിട്ടാണ്, വൈബായി അടിപൊളിയായിട്ട്. ധാര ഉണ്ടാവുമോ? പ്രാവശ്യം നടത്തുന്നുണ്ട് അതെ ഉണ്ടല്ലേ. ഫ്ലഡ് ലൈറ്റ് തന്നെ കൊടുക്കുന്നുണ്ട് അല്ലേ. അത് ശരി. നിങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ആളുകൾ. ചാനലിലേക്ക് നമ്മൾ ഇടും, പോസ്റ്റിങ് വരും. അപ്പം നിങ്ങളൊക്കെ പേരെന്താ? പേര് പറഞ്ഞോളൂ. അത്തപ്പറമ്പിൽ നാസർ. അത്തപ്പറമ്പിൽ നാസർ. അയ്യോ പറഞ്ഞോളൂ. ഇസ്മായിൽ. മജീദ്. നിങ്ങൾ ചായ കുടിക്കാൻ വന്നാൽ ഇവിടെ ഉള്ളത് തന്നെ? ഇവിടെ ഉള്ളവർ തന്നെ കുറ്റൂരാണ് അല്ലേ. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി കടികളൊക്കെ ഉണ്ട് അല്ലേ. ഇതൊക്കെ നിങ്ങളെ ക്ലബ് അംഗങ്ങൾ തന്നെ നിർമ്മാണമൊക്കെ അല്ലേ. ഇതിന് പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതെ മാനുപ്പ. എവിടെ മാനുപ്പ? മാനുപ്പ ചായപ്പണിയിലാണ് അല്ലേ. മാനുപ്പ ഭയപ്പെട്ട് നോക്കിയാൽ അപ്പൊ അങ്ങനെയാണ് ഇത് കഥ. അടിപൊളി കടികളൊക്കെ ഉണ്ട്. ചായയാണ്, അടിപൊളി ചായയാണ്. ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിലത്തല്ല അല്ലേ. നാളെ സ്റ്റേഡിയം സ്റ്റേജാണ്. അടിയിൽ നല്ല കണ്ണനും മീനൊക്കെ ഉണ്ട്. അങ്ങോട്ട് എടുക്കണ്ട. മീനൊക്കെ പിടിക്കാം, ചൂണ്ടലിട്ട മീനൊക്കെ പിടിച്ചോളൂ. കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു. ഈ കണ്ട കടിയൊക്കെ ഉണ്ടായിട്ട് കടി എന്താകുക അവിടെ സംഭവം സാറായി കേട്ടാ. നമ്മളെ ഇടിലം ബോണ്ട കേട്ടോ, അടിപൊളി ബോണ്ട, മസാല ബോണ്ട. എൻ്റെ പൈസലിൻ്റെ അവിടെ നിന്ന് അതേ ടേസ്റ്റ്.
റെഡി അല്ലേ? റെഡി അല്ലേ? ആയിക്കോട്ടെ. മജീദേ, ഇവര് നമ്മളെ സ്നേഹിച്ചങ്ങോട്ട് കൊല്ലടാ. ഇവിടെ വന്നിട്ടുള്ള യുവതാരൻ്റെ കുട്ടികൾ ഇതിൻ്റെ തുടക്കക്കാർ ഇവരൊക്കെ കൂടി അവരൊക്കെയാണ് ഇതിൻ്റെ ആൾക്കാർ. ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാൻ അയക്കുന്നില്ല. പൈസ കൊടുക്കാൻ മത്സരം. ലാസ്റ്റ് ഞങ്ങൾ ആരും കൊടുക്കരുത് പറഞ്ഞാണ്ട് ഇവർ വന്ന് നോക്കുമ്പോൾ യുവതാരൻ്റെ ഇവർ പറഞ്ഞ് അവരും പേടിക്കൂല പൈസ. എന്താപ്പം നമ്മൾ ചെയ്യുക? ഞങ്ങൾ അവരോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മലപ്പുറത്തേരാണ്. മലപ്പുറത്ത് പുറത്തുനിന്നുള്ള ആൾക്കാർ ഒരുപാട് തെറ്റിദ്ധരിക്കുന്ന ഒരു ജില്ലയാണ് നമ്മളെ മലപ്പുറം ജില്ല. മലപ്പുറത്ത് പുറത്തുനിന്ന് ആൾക്കാർ വരട്ടെ, അവരെ നമുക്ക് സ്നേഹിക്കാറുണ്ട്. നമ്മൾ തമ്മിൽ എന്തിനാ സ്നേഹം? തൊട്ടടുത്ത് കിടക്കുന്ന നമ്മൾ എന്ന് പറഞ്ഞപ്പോൾ അപ്പം സമ്മതിക്കുന്നില്ല. മുത്തുമണി, എൻ്റെ പേരെന്തരാ? ഷിഫിന്. ഒരു കണക്കിൽ അവൻ പൈസ മേടിക്കുന്നില്ല. ഷാഫിയാക്കാൻ്റെ മോനാണ്. അപ്പം നല്ല കിടുക്കാച്ചി ചായ നമുക്ക് ഇവിടുന്ന് തന്നിട്ടുണ്ട് ഷിഫിനും. പിന്നെ ഷിഫിനല്ലേ പേര് പറഞ്ഞത്? ഷിഫിൻ. എൻ്റെ പേരെന്താ? ഷാനല്ലേ? നമ്മളൊക്കെ തന്നെ എടുത്ത് നടത്തുന്നല്ലേ? ദിവസം ഉണ്ടാവില്ല. ആ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ആ, നമ്മളെ ചായക്കാരൻ ഇവിടെ ഉണ്ട് കേട്ടാ. സബ്കേലുണ്ടായിരുന്ന ആളല്ലേ? സബ്കേലുണ്ടായിരുന്നു. വെറുതെ വിടുക അല്ലേ? ചായയാണ് അല്ലേ? അപ്പൊ നല്ലൊരു ഇതാണ്. നമ്മളെപ്പോ പോകുമ്പോഴും മറ്റോ പറഞ്ഞ ഇത് നല്ലൊരു ഇതാണ്. മറ്റേതാ കിളിമുട കാണിച്ചാ? ആ, കടികളുടെ മഹനീയ കളർ അല്ലേ? കട്ട്ലേറ്റടാ. കട്ട്ലേറ്റ് ഉണ്ട്. പിന്നെ പേരൊന്നും അറിയണം ചേട്ടാ. ഇതിൻ്റെ വെറൈറ്റികൾ ഐറ്റംസ് ഉണ്ട്. ഇതാണ് നമ്മളെ കിളിമുട. ഐറ്റംസ് എല്ലാം ഉണ്ട്. ഇതാണ്. എടാ മുജീബേ, മുജീബിനോട് ഞാൻ പറഞ്ഞു, മുജീബ് എന്നോട് ഞാൻ പറയുന്നുണ്ട് ഇതേപോലെ മസാല തേച്ചിട്ട് വെക്കണോ. ഇജ്ജ് അവിടെ ഇങ്ങനെ തോലിയും പൊളിക്കാതെ അവിടെ ഇങ്ങനെ കയറ്റി വെച്ചാണ്ട് അതിന് പറ്റിയ ആൾക്കാരുണ്ടായിരുന്നു നമ്മളെ മുജീബ്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കത് ഇതേമാതിരി ചെയ്തിട്ട് കച്ചവടം ചെയ്ത് പഠിക്കും കേട്ടാ. എന്നാ വാ ഞങ്ങൾ എന്നാ പോക്കാം. മജീദേ, ഇവിടെ വാ. സംഭവം അടിപൊളിയായില്ലേ? ആ, അതെ. സാധനങ്ങളൊക്കെ പോണ് കാണും ചെയ്യും അവർക്ക്. നല്ല കാര്യങ്ങളല്ലേ അല്ലല്ലേ? ഇതേപോലെ തന്നെ അപ്പുറത്തൊന്നും ഉണ്ടായിരുന്നല്ലോ. ഏതായാലും ഇത് സംഭവം ഉഷാറായിക്കണം മജീദാ. നമ്മളെ മലപ്പുറത്തേരെ മറൈൻ ഡ്രൈവ് ആണ് ഇത് കേട്ടാ. നമ്മളെ തിരൂരുകാർ, കാരത്തൂർ, ഈ ഭാഗത്ത് പുതിയങ്ങാടി ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മറൈൻ ഡ്രൈവ് അവർക്കുള്ള ആ പാലം കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് വരാണ്ട്. ഇനി വൈഫൈ സിസ്റ്റം വരാണ്ട്, ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. ലൈറ്റ് ഇടാൻ പോകുന്നുണ്ട് അല്ലേ? നബിദിനത്തിന്റെ കോലത്തിലാക്കും അല്ലേ? എല്ലാ കാലത്തും അടിച്ചുപൊളിയാക്കും എന്നാണ് ഇവർ പറയണത്. അപ്പോൾ നമുക്ക് സെറ്റപ്പ് ആക്കിയിട്ട് വീണ്ടും കാണണം ഒരു ദിവസം കേട്ടാ. ഇവർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കും വേണം. കുറച്ച് ദിവസം അല്പ ദിവസത്തിന് ശേഷം ഉണ്ടാവും അല്ലേ? അപ്പോൾ നമുക്ക് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകാഞ്ഞില്ലേ? തിരിച്ചുള്ള യാത്രയിൽ നമ്മുടെ പാലത്തിൻ്റെ അപ്പുറത്ത് ഒരുത്തനിതാ വല എറിയുന്നു. ആ കാഴ്ച കൂടെ ഒന്ന് ഇങ്ങനെ കാണാം. എന്താ രസം അല്ലേ? മീൻ കിട്ടുമോ എന്നുള്ള കാര്യം ക്ലൈമാക്സിൽ അവിടെ കിടക്കട്ടെ അല്ലേ? നല്ല കാലാവസ്ഥ, പച്ചപ്പ്, മഴയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മൂടി നിൽക്കുന്നുണ്ട് അല്ലേ? വരുന്ന വഴിക്ക് ഒരു ട്രാക്ടറുകാരനെ കണ്ടപ്പോഴേ കാലങ്ങളായിട്ട് വീട്ടിൽ പറമ്പിലൊന്നും കൂട്ടിയിട്ടേ ഇല്ല. കാരണം അങ്ങോട്ട് ട്രാക്ടറൊക്കെ പോകാൻ വലിയ പാടായിരുന്നു. ട്രാക്ടറുകാരനെ കൊടുന്നു. ഡ്രൈവർ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നോക്കി, കുഴപ്പമില്ല നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. ഇടുക്കിയിൽ കൂടെ ഒക്കെ കൂടി കുത്തി കയറ്റി ട്രാക്ടറായിട്ട് പറമ്പൊക്കെ ഒന്ന് അങ്ങനെ അങ്ങോട്ട് പൂട്ടിച്ചു. നല്ല ഉഷാറാക്കിയിട്ട് പൂട്ടിക്കിടക്കുന്ന പറമ്പ് കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക്കാണ്. കാര്യം ട്രാക്ടർ പൂട്ടുന്നതൊക്കെ വളരെ കുറവായി. പാടം, പറമ്പൊക്കെ എവിടെ പോലെ ഒക്കെ വീടും ബിൽഡിങ്ങുകളും ഓഡിറ്റോറിയം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്ന് പാടവും പറമ്പും ഒന്നുമില്ല. കാണാനും നല്ല രസമാണിത്. പാടത്ത് പൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. വെള്ളത്തിലെ ആ ചളിയിൽ ഇങ്ങനെ പോകുമ്പോൾ. അപ്പോൾ അതിൻ്റെ വീലൊക്കെ മാറ്റും അവർ. ആ ഇരുമ്പിൻ്റെ വീലൊക്കെ ഇറക്കിയിട്ടേ കൊക്കുകൾ ഉണ്ടാകും കുറേ പിന്നാലെ ഇങ്ങനെ നടക്കുന്നു. മീൻ പിടിക്കാനും തവളനെ പിടിക്കാനൊക്കെ
നമ്മളും കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ നടന്നിരുന്ന ഒരു കവറൊക്കെ ഇട്ട് മീനുകളൊക്കെ കൊണ്ട് മയങ്ങുമ്പോൾ അതിനെ പിടിച്ച് പെറുക്കിയെടുക്കാനൊക്കെ. അപ്പോൾ ഒരു 2 റൗണ്ട് ട്രാക്ടറേറ്റ് അങ്ങോട്ട് ഉഴുത് മറിച്ചപ്പോഴേ പഴയ പോലെ ആ കൊഗ്ഗല്ല കേട്ടോ, ഒരു കൊഗ്ഗുണ്ടായിരുന്നു അതിന്. അതല്ല, ഇപ്പോൾ ഒരു റിങ് വെച്ചിട്ട് ഒന്നായിട്ട് അങ്ങോട്ട് ഉഴുത് മറിക്കുകയാണ്. റിങ് അല്ലല്ലോ, ഒരു റൗണ്ടിൽ എന്താണ് ഒരു പല്ല് ഒരു സംഭവം ഇങ്ങനെ കിടന്നിട്ടേ ഉഴുത് മറിക്കുകയാണ്, മറിച്ചിടുകയാണ്. ഇതൊക്കെ പുല്ലും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പോകും. കുഴപ്പമില്ല, അടിപൊളി സംഭവമാണ്. ചെറിയ തോതിൽ ഫ്ലക്സ് ഒന്നും അടിച്ചിട്ടില്ല, ചെറിയൊരു ഇതിലാണ്. മഴ ചെയ്താൽ സംഭവം പോവും. വോട്ട് ചോദിച്ച് ഇങ്ങോട്ട് ആരും വരണ്ട എന്ന് നാട്ടുകാർ. അത് ഇന്ന പാർട്ടിന്നൊന്നുമില്ല അല്ലേ, ഇതിൽ പാർട്ടിയൊന്നും ഇല്ലല്ലോ. നിങ്ങളെ പേരെന്താ? എൻ്റെ പേര് മണി. മണിയില്ലേ? നിങ്ങളെ വീട് ഇവിടെ തന്നെ? എൻ്റെ പേര് കുറച്ചുണ്ട് പോയാൽ മതി. അതെ, ഈ റോഡ് ഇങ്ങനെ കിടക്കൽ തുടങ്ങിയിട്ട് കുറേ ആയില്ലേ? ഇപ്പോൾ കാലങ്ങളായി. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ വരാൻ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താ പറയുന്നത്? അവര് അത് മെമ്പർ പറഞ്ഞത് ജില്ലാ പഞ്ചായത്ത് ഇവിടെ ആൾക്കാർ ബൈക്ക് പിന്നെ വണ്ടി നടന്നു പോകാനും കൂടി പറ്റില്ല ആയതുകൊണ്ട് ഇപ്പൊ ഈ കാണുന്ന മാതിരിയല്ല. എന്താ വെച്ചാലേ ഇത് ജില്ലാ പഞ്ചായത്താണ്. ഇവിടുത്തെ ജില്ലാ പഞ്ചായത്ത് നമ്മളെ എടശ്ശേരി പൈസലാണ്. പിന്നെ പഞ്ചായത്ത് തൊട്ട് പാർലമെന്റ് വരെ UDFന്റെ ആളുകളാണ്. 2 കോൺഗ്രസും 3 മുസ്ലിം ലീഗും. അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മള് പിന്നെ ഇവിടെ CPMന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഒക്കെ പരാജയത്തിലാണ്. ഇത് ഇതേമായി തന്നെ കണ്ടില്ല. ഇത് നമ്മൾ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടുന്ന വീഡിയോ അല്ല കേട്ടോ. നമ്മളപ്പുറത്ത് കണ്ടത് മാർക്സിസ്റ്റ് പാർട്ടി മെമ്പർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ്. 8 വർഷമായിട്ട് ഫണ്ട് പാസ്സായിട്ടുള്ള റോഡ് നമ്മളിപ്പോൾ കാണിച്ചു കൊടുത്തു അല്ലേ. 8 വർഷമായിട്ട് ഫണ്ട് പാസ്സായിട്ട് കൊടുത്ത് മെറ്റീരിയൽ ഇല്ല. എന്താ പറയുന്നത്? ഫണ്ട് പാസ്സായിക്കണ്, മെറ്റീരിയൽ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ മഴയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പലരും പറയുന്നത് ഈ തിരുനാവായ പഞ്ചായത്തിൽ എവിടെ ഇപ്പോൾ ധാറിങ് നടക്കുന്നില്ല, കോൺക്രീറ്റ് അടക്കം ധാർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്ഥലം 6 മാസത്തിനുള്ളിൽ നിങ്ങൾ കാണിച്ചു തരും. ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഈ പറയുന്നത്. എല്ലാവരും അല്ല, ചില ആൾക്കാർ വിഡ്ഢിത്തപരമായിട്ട് ചോദിക്കുകയാണ്. അറിവില്ലായ്മയാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ ഇതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതൊക്കെ പറഞ്ഞാൽ വലിയ റോഡാണ്. ഇതിങ്ങനെ പോകുന്നത് മെയിൻ റോഡാണിത്. നമ്മളവിടുന്ന് പോകുന്നത് ബസ് റൂട്ട് പോകുന്ന റോഡാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ. മജീദ് അല്ലേ? നിങ്ങളെ പേരെന്താണ്? റഷീദ് അല്ലേ? നമ്മൾ പാർട്ടി നോക്കിയിട്ടല്ല ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൽ പാർട്ടി അല്ല, അത് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളതും അവർ വെച്ചതും പാർട്ടിക്കാരല്ല, നാട്ടുകാർ. ഇത് ആർക്കാരും ഇന്ന ആൾക്കാർ മറ്റൊരു ഈ അവസ്ഥ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, അത് ഇവിടെ ഇതറ്റല്ല ഈ റോഡ്. ഇതിങ്ങനെ കാരത്തൂർ വരെ ഈ കോലത്തിൽ തന്നെയാണ്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ കാരത്തൂർക്ക്? 1 കിലോമീറ്ററിന് 2 കിലോമീറ്റർ ഉണ്ടാവും എന്തായാലും ഉണ്ടാവും. അത് ഈ ശോചനീയാവസ്ഥയിൽ കിടക്കുകയാണ്. ഇനിയിപ്പോൾ നന്നാവും മിക്കവാറും. ഇലക്ഷൻ്റെ മുന്നേ സംഭവം ഒരു നന്നാക്കും ചിലപ്പോൾ ഇല്ലേ. മാർച്ച് വരണം വെക്കുള്ളൂ അല്ലേ? വരും. നമ്മൾ സാധാ ഒരു പ്രാദേശികമായിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഏത് റോഡായാലും നമ്മൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇലക്ഷൻ്റെ സമയത്ത് കൈകൂപ്പിയാണ്ട് ഈ റോഡിനും ഇതിനൊക്കെ ആളുകൾ ഉണ്ടാവും. നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്തുതരാൻ അറിഞ്ഞാണ്ട് ഇങ്ങനെ വരും. ജയിച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡിന് ആളുണ്ടാവില്ല. വാർഡ് മെമ്പർക്ക് എന്താ ചെയ്യാൻ പറ്റുക? പഞ്ചായത്തിന് എന്താ ചെയ്യാൻ പറ്റുക? ഇത് ജില്ലാ പഞ്ചായത്താണ്, മറ്റേത് അവിടുത്തെ സംസ്ഥാന പഞ്ചായത്താണ്, സെക്രട്ടേറിയറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ദുരിതം അനുഭവിക്കുന്ന ആരാണ്? ഈ റോട്ടിൽ കൂടെയുള്ള ആൾക്കാരാണ്. ഈ വോട്ട് ചെയ്ത ആൾക്കാർ ആരായി പറഞ്ഞു കൊടുക്കടാ. ശശിയായി. അതാണ് അവസ്ഥ അല്ലേ? ഇവിടെ തൊട്ടിട്ട് അവിടെ ആലുണ്ട്. ആ ആല് വരെ പഞ്ചായത്ത് റോഡാണ്. ആല് കഴിഞ്ഞാലാണ് ജില്ലാ പഞ്ചായത്തിന്റെ റോഡ്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, ജില്ലാ പഞ്ചായത്തും വാർഡും 2 കൂട്ടരും ശരിയാക്കേണ്ട സംഭവമാണിത്. ഈ ഒരു കഷ്ടം മാത്രം റെഡിയാക്കിയാൽ പോരാ നമുക്ക് അല്ലേ? അപ്പൊ ഇവര് പറയുന്നത്, ഒരു കൂട്ടർ പറയും ജില്ലാ പഞ്ചായത്തിന്റെ ആണ്. ജില്ലാ പഞ്ചായത്തിന്റെ ആൾക്കാർ ഒന്നാണ്ട് ഇത് വാർഡിന്റെ ആണ്. ഇത് എന്തായാലും 2 UDF മെമ്പർമാരാണ്. നമുക്ക് രാഷ്ട്രീയമില്ല. നമുക്കിത് വേണ്ട എന്താന്ന് വെച്ചാൽ, അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആരതായാലും 2 കൂട്ടർ ഒന്നായാലും ജില്ലാ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് വാർഡ് തൊട്ട് പാർലമെന്റ് വരെ UDFന്റെ കയ്യിലാണ്. ഇവിടുത്തെ എംപിന്റെ പേരെന്താ? ഇവിടുത്തെ MLA ന്റെ പേരെന്താ? പേരെന്താ? നിങ്ങളിപ്പോ പറഞ്ഞല്ലോ വാർഡ് മെമ്പർ സോളമൻ,
ഇവിടുത്തെ എം പി ആരാ മുഹമ്മദ് ബഷീർ. ഇവിടുത്തെ MLA ആരാ കുറുക്കോളി മൊയ്തീൻ. കുറുക്കോളി എന്താണ് പേര്? കുറുക്കോളി മൊയ്തീൻ. ആരെല്ലാം പറഞ്ഞ എന്താ ഇനിയിപ്പോ ഇവിടെ ഭരിക്കണ ആരാ? രാഷ്ട്രീയമായിട്ടല്ല ഇപ്പൊ നമ്മള് പറഞ്ഞത്. കേരളം ഭരിക്കണ ആരാ? അതിന്റെ മേലേക്ക് പോകുമ്പോ അത് വേറെ അവിടെ മാറി. അതിന്റെ മേലേക്ക് നമ്മളെ കേന്ദ്രം ഭരിക്കണ ആരാ? അങ്ങനെ കയറി കയറി പോവും ഓരോന്ന്. പക്ഷെ അതോടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് റോഡ് നന്നാവുകയാണ്. എന്തോ ആവട്ടെ, നമുക്ക് വേണ്ടത് പരിഹാരമാണ് അല്ലേ? അങ്ങോട്ട് ഇവിടെ പഴി കയറിയിട്ട് കാര്യമില്ല. വേണ്ടത് പരിഹാരമാണ്. ഈ റോഡിലൂടെ യാത്രക്കാർക്ക് പരിഹാരമായ മതി. ആര് ഭരിച്ചാലും അതാണ് അതിന്റെ കറക്റ്റ്. നമുക്ക് വേണ്ടത് പരിഹാരമാണ്, റോഡ് നന്നാവുക. UDF ആവട്ടെ, LDF ആവട്ടെ, BJP ആവട്ടെ, ആരായാലും ഇപ്പൊ വരും. ഇലക്ഷനായി, എല്ലാരും മുന്നിലേക്ക് വരും. വാഗ്ദാനങ്ങളുടെ പെരുമഴ ആയിരിക്കും അല്ലേ? നമ്മളെ റോഡുകൾ നന്നാക്കും. ഇതൊക്കെ കഴിഞ്ഞ് ജയിച്ചു പോയാലായിരിക്കും ഇവിടെ ആളുണ്ടാവില്ല. ഇത് പഞ്ചായത്തിന്റെ ആയിരിക്കും, ജില്ലാ പഞ്ചായത്തിന്റെ, കേന്ദ്രത്തിന്റെ പല ലെവലിലും ആയിരിക്കും, ആളുണ്ടാവില്ല. കോൺഗ്രസിന്റെ ഒരു ധർണ ഉണ്ടായിരുന്നു ഇവിടെ തൊട്ടിട്ട് ചമ്രോട്ടത്തേക്ക്. അതെ, അതിൽ അവർ ഉന്നയിക്കുന്നത് എന്താ? റോഡിന്റെ ഈ റോഡ് അവരെന്നെ പറഞ്ഞിട്ടുണ്ട് ഈ റോഡ് പണിയെടുത്തിട്ടില്ല. തെറ്റ് സമ്മതിച്ചു അവര് തെറ്റ് സമ്മതിച്ചു. അതെ, ആരാണ് ആള്? ആളെ തന്നെ കിട്ടണം. എന്താണ് നമുക്ക് മെമ്പർ തന്നെ നേരിട്ട് ഇയാളാ മെമ്പർ? ഒരു മിനിറ്റ് ഒന്ന് നിൽക്കുവാ. ഹലോ, എന്താ കാരണം? ഒന്ന് നിൽക്കുക. ഹലോ പോയി. മെമ്പറാണ് നിൽക്കൂല. ഇവിടുത്തെ മെമ്പറാണോ? ഇപ്പൊ നിലവിലുള്ള മെമ്പറാണോ? അവസ്ഥ ഇതിനെന്താ പറയാന്നറിയോ? അവസ്ഥ അതാണ് അവസ്ഥ. ഒരു മെമ്പർ സാമാന്യ മര്യാദ വിളിച്ചാൽ നിൽക്കണ്ടേ? നമ്മൾ പറയാ, നമ്മള് ഇതാവാ സഭ്യമായ ഭാഷയിൽ നമുക്ക് പ്രതികരിക്കാം. പോണ്ടേ? എന്തായാലും നിക്കണ്ടേ? കാര്യം മനസ്സിലായി. ഇത് വീഡിയോ ആണ്, ഇവിടെ എടുക്കണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ആ ലെവലിലായിരിക്കും മൂപ്പര് പോയിട്ടുണ്ടാവും. എന്തോ ആവട്ടെ. മെമ്പറാണോ വരുന്നത് ഞങ്ങൾക്ക് പറഞ്ഞില്ല. നിങ്ങൾക്ക് നിലവിൽ ഇതിലുള്ള പറയാൻ എനിക്ക് എന്തെങ്കിലും പറയാണ്ടൊക്കെ പറഞ്ഞോ? ഈ റോഡിൽ കൂടെ ഉള്ള സ്ഥിരം ഈ റോഡിന്റെ അഭിപ്രായത്തില് എല്ലാ കാലത്തും ഇതേമാതിരി തന്നെയാണ്. എല്ലാ കാലം മഴക്കാലം കഴിഞ്ഞ ഈ റോഡ് പൊളിഞ്ഞു കണ്ടാണ്. എല്ലാ കാലമല്ലല്ലോ, ഇതിപ്പോ പൊളിഞ്ഞെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇതിന്റെ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഇത് പൊളിഞ്ഞു കണ്ടാണ് ഈ റോഡ്. എനിക്ക് ഓർമ്മയില്ല. ഇതിപ്പോ ഈ ഒരു കഷ്ടം മാത്രല്ലട്ടാ, ഇവിടെ മുതൽ കാരത്തൂർ വരെ ഈ റോഡിന്റെ അവസ്ഥ തന്നെയാണ്. ഇവിടെ ആര് ഭരിക്കണ് ഇതാക്കണെന്നല്ല, ഇവിടെ ഇപ്പോൾ ഇലക്ഷനാണ് വരാൻ പോണത്. ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ കൈക്കൂപ്പിയാണ്ട് നല്ല ലെവലിൽ ഇങ്ങനെ പാഞ്ഞു വരും. അതെ, കുട്ടികൾക്കെന്നല്ല ഒരാൾക്കും അങ്ങോട്ട് നടന്ന കുട്ടികളായാലും വലിയ തന്താരും ആർക്കായാലും ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല. നമ്മളൊക്കെ വണ്ടി ഏറ്റ് പോകുമ്പോൾ അങ്ങനെയാണ് പോവുക അല്ലേ? ഈ റോട്ടിൽ കൂടെ പോകാൻ പറ്റില്ല. അവിടെ കല്ലിട്ടിട്ട് സ്റ്റെപ്പ് പോലെ ചാടിയിട്ടൊക്കെ പോയിരുന്നു. ഒരാഴ്ച 2 ആഴ്ച മുന്നേ നിങ്ങൾ വരേണ്ടത്. നല്ല പ്രയാസമാണ്. ഇവിടെ നമ്മളൊരു UP സ്കൂളുണ്ട്. ഇവിടെ ചെറിയ കുട്ടികൾ പോണ പോക്ക് ഭയങ്കര പ്രയാസമാണ്. ഇവിടെ ശരിക്കും കുളം തന്നെയാണ്. എന്നിട്ട് ഈ ഒരു വേറെ വ്യക്തിന്റെ ഈ പറമ്പിലേക്ക് കൂടെയാണ് അപ്പുറത്ത് കടന്നു പോകുന്നത്. സംഭവം എന്താ അറിയോ? റോഡിന് ഉത്തരവാദിത്വം ആരുമില്ല. ഏകദേശം ഒരു ഗ്രാമപഞ്ചായത്ത് 10-15 ദിവസമായിട്ടുണ്ടാവുള്ളൂ മഴ ഒന്ന് നിന്നിട്ടില്ലേ? അത് കാരണം ഇവിടെ ഡ്രൈ ആയി കിടക്കുകയാണ്. ഇവിടുത്തെ അവസ്ഥ അറിയില്ല. ഒരൊറ്റ മഴ ചെയ്താൽ മതി, ഇവിടെ ഇപ്പം അറിയാം വിവരം. ഇതിൽ കൂടെ കിടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. അതായത് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്, ജില്ലാ പഞ്ചായത്ത് പറഞ്ഞത് ജില്ലാ പഞ്ചായത്തിൻ്റെ അല്ല ഗ്രാമപഞ്ചായത്തിൻ്റെയാണ്. ഇതിന് ശരിക്കും ഇതിന് ആദ്യം നാദനം ഉണ്ടാക്കാനാണ് ശരിക്കും ആവശ്യം. ഇതിന് ശാശ്വതമായ പരിഹാരവും നമ്മളെ നാസർ ബാക്കി കാര്യങ്ങൾ പറയും. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടല്ലേ നാട്ടുകാരുടെ മൊത്തം. അതായത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രക്രിയയാണ് ജനാധിപത്യ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിനോട് വരെ നിരാകരിക്കേണ്ട ഒരു ഘട്ടം വന്നു ജനങ്ങൾക്ക്. ഇതിപ്പോ സെയിം ഒരു ബോർഡ് ഞങ്ങൾ കാരത്തൂർ കണ്ടു. അത് ഈ റോഡിന്റെ ചിത്രം ഇത് പൊതുമരാമത്ത് വകുപ്പിൽ ഉൾപ്പെടുന്ന റോഡല്ല, ഇത് തിരുനാവായ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന റോഡാണ്. തിരുനാവായ പഞ്ചായത്ത് അതുവരെ അവിടുന്ന് അങ്ങോട്ട് ബീരാഞ്ചിറ മുതൽ കാരത്തൂർ വരെ ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്. ഈ രണ്ടും റോഡ് വളരെ ശോചനീയാവസ്ഥയിലാണ്. ഇപ്പൊ തന്നെ കാണാൻ ഇവിടെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് തന്നെ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്.
ഇപ്പോൾ ഇത് പല രീതിയിൽ നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവും ഇങ്ങനെ കിടന്നിട്ട്? ഒരു 4-5 വർഷമായിട്ടുണ്ടാവും. 4-5 വർഷമായിട്ട് ഈ റോഡുമൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇല്ല. പക്ഷെ ഇതിന്റെ ചുറ്റുവട്ടത്തിൽ റോഡ് നന്നായിട്ട് എല്ലാ തുപ്രംകോട് പഞ്ചായത്തിനൊക്കെ അപേക്ഷിച്ച് നിങ്ങൾ തുപ്രംകോട് പഞ്ചായത്തിൽ പോയി നോക്കി, നല്ല രീതിയിൽ റോഡുകൾ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ തിരുനാവായ പഞ്ചായത്തിന്റെ കാര്യത്തിൽ വളരെ സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡുകളുള്ള സ്ഥലങ്ങളുണ്ട്. പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് അതേപോലെ തന്നെ കിടക്കുകയാണ്. ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധമുള്ള എല്ലാ ആളുകൾക്കും അറിയാം, ഇതേപോലെ തന്നെ പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും സെക്രട്ടേറിയറ്റിന്റെയും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള റോഡുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചർച്ച്, ഒരു ഓഡിറ്റോറിയം, പിന്നെ ഒരു അത്യാവശ്യം പഠിക്കുന്ന ഒരു UP സ്കൂള്, പിന്നെ പള്ളി, മദ്രസ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ഒരു റോഡാണിത്. മാത്രമല്ല ഇനിയിപ്പോൾ ഇതൊരു ചെറിയ റോഡാണ്, ഇപ്പോൾ കുറച്ച് മീറ്ററേ ഉള്ളൂ. ഈ റോഡിൽ ഇത് വെള്ളം കെട്ടി നടക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞിട്ട് വേണം അപ്പുറത്തേക്ക് എത്താൻ. അപ്പോൾ അതാണ് റോഡിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ റോഡിന്റെ വർക്ക് കഴിഞ്ഞിട്ട് 4-5 വർഷമായിട്ടുള്ളൂ. ഇത് 5 വർഷം ഫുൾ വർക്ക് കഴിഞ്ഞാണ്. പക്ഷെ എത്ര പെട്ടെന്നാണ് ആ റോഡ് താറുമാറായത്, പറ്റപ്പോൾ ഉപയോഗശൂന്യമായിരിക്കണത്. അതായത് ആ റോഡിന്റെ വശത്തിൽ ഞാൻ പറഞ്ഞുതരാം, വളരെ കറക്റ്റായിട്ട് അതിന് രാഷ്ട്രീയം കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഈ ചെമ്പ്രവട്ടം പാലം പദ്ധതി ഉണ്ടല്ലോ, ഇവിടെ വരുന്ന സമയത്ത് തവനൂരിന്റെ MLA ആയിട്ട് KT ജലീൽ ഇവിടെ ഫസ്റ്റ് മത്സരിച്ച് ജയിക്കുകയാണ്. അന്ന് ഈ ചെമ്പ്രവട്ടം പാലത്തിന്റെ ഒരു ബൈപ്പാസ് എന്ന രീതിയിൽ അത് റബ്ബറൈസ് ചെയ്യാൻ ഇവിടെ കല്ലും മണ്ണും എല്ലാം കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ച്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയം ജലീലിനെതിരുള്ള രാഷ്ട്രീയം, പ്രത്യേകിച്ച് UDF അല്ല, UDF അതിനെ എതിർത്ത് അവിടെ ബോർഡ് വെച്ച് ഇത് ഞങ്ങളെ ജില്ലാ പഞ്ചായത്തിൻ്റെതാണ്, ജലീലിൻ്റെ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ് ചെയ്തതില്ല. അവസാനം ആ മെറ്റീരിയൽസ് മൊത്തം എടുത്തുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ വന്ന് അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് നല്ലൊരു മെറ്റീരിയൽ ഇറക്കിയിട്ട് റിട്ടേൺ കൊണ്ടുപോയി. നമ്മൾ ഈ ടർഫിന്റെ അവിടെ ആ മെറ്റീരിയലൊക്കെ കൂട്ടി വെച്ചിരുന്നത് കാരത്തൂർ, ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. ആ സമയത്ത് ഇവിടെ വീരാഞ്ചലൊക്കെ ഒരു ഫ്ലക്സും വന്നിരുന്നു, ഇതിലിടപെടേണ്ട, ഇവിടെ ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളാണ്, തിരുനാവായ പഞ്ചായത്ത് ഞങ്ങൾ ഭരിക്കുന്നത്, ആ ജലീലിന്റെ മണ്ഡലം നോക്കിയാൽ മതി, ഇത് തിരൂര് മണ്ഡലമാണെന്ന് പറഞ്ഞിട്ട് അന്ന് പോയതാണ് ഈ കാര്യം. പിന്നെ വന്ന ജില്ലാ പഞ്ചായത്തിന് കാര്യക്ഷമമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചെയ്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് പൊട്ടിപ്പൊളിഞ്ഞ് പോവുകയും ചെയ്യും. അത് ഈ നാട്ടുകാർക്ക് അറിയാം. പിന്നെ ആരോട് ചോദിച്ചാലും പറയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ്. ഒരു കൂട്ടർ പറയും ഈ പഞ്ചായത്ത് വേറെ, ഈ ഒരു കൂട്ടർ പഞ്ചായത്ത് വേറെ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ്, ആയിക്കോട്ടെ. ഇവിടെ 3/4 ഭാഗം വെള്ളം നിന്നിട്ട് ഇയാളെ പീഡിയന്റെ മുന്നിലേക്ക് വെള്ളം കയറിയിട്ട് ഇവർ ചെയ്തതാണ് അല്ലേ? ഇതിലൊരു വണ്ടി ഇങ്ങോട്ട് നോക്കി, എന്തിനപ്പ പറഞ്ഞു ഇതാ ഏട്ടാ നോക്കി, ആ ചളി നോക്കി നിങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങളെ പറമ്പ് കൂടിയാണ് ആൾക്കാർ കയറിപ്പോയിരുന്നത്. ഇങ്ങനെ കവർ ചെയ്തിട്ട് അങ്ങനെ അല്ല, ഇങ്ങനെ കവർ ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാ, അങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. വയ്യാത്ത ആ സ്ത്രീന്റെ ഭർത്താവിന് സുഖമില്ലാത്ത ഒരാളാണ്. അയാൾ ഈ കയ്യും വെച്ചിട്ട് പാവം ഇതിന് നടന്നിട്ട് ഗതികെട്ട്. 2 പഞ്ചായത്തുകാരും പറയും ഞങ്ങൾ ചെയ്യും. ഇപ്പൊ ഇലക്ഷൻ വന്നപ്പോഴോ എല്ലാവരും ഉണ്ട്. അതാണ് സ്ഥിതിഗതികൾ. വാഗ്ദാനങ്ങളുടെ പെരുമഴയാണ്. എന്തെങ്കിലും ചെയ്യും, ഫണ്ട് വെച്ച് പാസ്സാവാനും മറ്റുള്ള കാര്യങ്ങൾക്ക് സമയമെടുക്കും. താൽക്കാലികമായിട്ട് ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി. കാരണം ഒന്നാമത്തെ സ്കൂളിലെ കുട്ടികൾ, മദ്രസയിലെ കുട്ടികൾ, പിന്നെ അതേപോലെ ദിവസം ഇവരൊക്കെ നടന്നു പോകുന്നത് ഈ പള്ളിക്ക് രാവിലെ പള്ളിക്ക് ചർച്ചയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ കുളിച്ച് വൃത്തിയായിട്ട് വരണം. അവരൊക്കെ നടന്നിട്ട് അവിടുന്ന് പള്ളിക്ക് കയറുന്നത്. എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. സ്കൂൾ കുട്ടികളൊക്കെ നിങ്ങൾ രാവിലെ ഒന്ന് വന്ന് നോക്കി. അപ്പൊ ഈ വോട്ട് പിടിക്കാൻ വരുമ്പോഴാണ് ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതായാലും ഇവിടെ ഡ്രൈ ആയി കിടക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. കാരണം വെള്ളം ഒഴുകി പോകാൻ മഴ പെയ്യട്ടെ, വെള്ളം ഒഴുകി പോകാൻ ഒരു സംവിധാനമില്ല. 2 ഭാഗത്തേക്കും കെട്ടിരിക്കുന്ന. അപ്പൊ എന്തായിരിക്കും ഈ റോഡിന്റെ ഒരു അവസ്ഥ? ഇതിൽ രാഷ്ട്രീയമല്ല, ഒരു നാടിന്റെ ഒരു വികസനം വരുന്ന സമയത്ത് ഒരാൾ എതിർക്കേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ ഒരു 500 മീറ്റർ ദൂരത്ത് വെച്ചിട്ടാണ് ഈ പ്രശ്നം വരുന്നത്. വെള്ളം മുഴുവൻ ഇവിടെയാണ് വരുന്നത്. ഇവിടെ കെട്ടി നിൽക്കണം. വെള്ളം പോവാനുള്ള വല്ല വേറെ എവിടെയെങ്കിലും ഒഴിച്ചു വിടാനുള്ള ഒരു ഇതില്ല അല്ലേ? എവിടെയാണ് ഡ്രെയിനേജ് കൊടുക്കുക, എങ്ങനെയാണ് വെള്ളം കൊണ്ടുപോകുക എന്നൊക്കെ അവർ നോക്കി പറയണ്ടേ? അതിൻ്റെ ഒരു പഞ്ചായത്ത്, ഒരു ഭരണസമിതി, അതിൽ മെമ്പർമാരൊക്കെ ആരും ഇവിടെ തിരിഞ്ഞു നോക്കണില്ല. ഞാനപ്പോൾ അന്ന് അതിൻ്റെ ഉള്ളിൽ വീണ് ആ ചളിയിൽ. അവിടെ ചവിട്ടിയാൽ പാട്ട് വീണ്. അവർക്കൊക്കെ അറിയാമല്ലോ റോഡ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്.
ആ ലോയിഡ് വീണ് അവൻ്റെ തല പൊട്ടി സ്റ്റിച്ചിട്ട് ആ നമ്മളത് ഇങ്ങനത്തെ ചെരുപ്പല്ല നമ്മളിങ്ങനെ ഇട്ട് ബാലൻസ് ഇട്ടല്ല അതുകൊണ്ട് വീണ്. സ്കൂട്ടർ പോകുമ്പോൾ സ്കൂട്ടറിന്റെ അടി തട്ടും. പിന്നെ അന്ന് ആ സ്ത്രീ കുട്ടി കൂടി സ്കൂട്ടറും വന്നപ്പോൾ അവരും വീണില്ല. ഭയങ്കര മോശമായിരുന്നു ഇവിടെ. ഒന്നില്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 300-350 ചെറിയ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഈ BM സ്കൂളിലേക്ക് പോണതാണ്. പഴയ ഒരു ചൊല്ലുണ്ടല്ലോ, എന്തോ ഒരു ഇത് പറഞ്ഞിട്ട് കോരന് കുമ്പിളിലാണ് കഞ്ഞി. ആ കുമ്പിൾ തന്നെയാണ് ഇവിടെ. ഏത് ഇലക്ഷനും ഏത് രാഷ്ട്രീയ ആര് വന്നാലും അവസ്ഥ വിഭാഗത്തിന്റെ രീതിയിൽ ഇത് എടുക്കണ്ട. അല്ല, ഞാൻ പറയാ സാധാരണക്കാരെ ആവശ്യങ്ങൾ മെമ്പർമാരൊക്കെ സമീപിച്ചില്ല. വരെ ഭരിക്കുന്ന പഞ്ചായത്തുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിന് വേണ്ട, നമ്മള് രാഷ്ട്രീയമല്ല പറയുന്നത്, സാധാരണക്കാരെ ഞങ്ങൾ ഇവിടെ പറയും. തിരുനാവായ പഞ്ചായത്തിന്റെ അനസ്ഥ. മുസ്ലിം ലീഗ് UDF ഭരിക്കുന്ന നല്ല പഞ്ചായത്തുകളുണ്ട്. എൻ്റെ വീട്ടിൽ ഈ റോട്ട് നിൽക്കുന്ന വെള്ളം എൻ്റെ കിണറ്റിക്ക് ചാടും. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് പഞ്ചായത്ത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവരിന്നോട് എന്താ പറഞ്ഞാൽ ഈ വെള്ളം വിടാതെ സ്ഥലങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വയ്യാനം കാണാം. ഞാൻ എവിടെ കാണിച്ചു കൊടുക്കുക? നിങ്ങളെ പറമ്പ് നിങ്ങൾ വിടാനാക്കൂല, അവരെ പറമ്പ് ഒരു വിടാനാക്കൂല, പിന്നെ ആരെ പറമ്പ് കൂടും. ലാസ്റ്റ് റോഡ് പഞ്ചായത്ത് ആരാ പറഞ്ഞത്? അവിടെ ഇന്നത്തെ ആൾക്കാർ ആരുണ്ടോ അവിടെ ഉണ്ടോ കഴിഞ്ഞ വർഷം ആ ഞാൻ 500 പേപ്പറൊക്കെ എഴുതിപ്പിച്ചിട്ടാണ്. ഇപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്നതിന്റെ തൊട്ട് മുന്നുള്ളതാണ്. അവനക്കെന്താ പറയണ്ട, ഓരോ തൊട്ട വീട് മുന്നിലുള്ള അവർക്കൊക്കെ വീട്ടിലേക്ക് കിടക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു കൊടുക്കുക. വെള്ളം നിന്നിട്ടുണ്ടായ പറയണ്ട. അതാണാവോ ഓരാണ് ഏറ്റവും മുന്നിലുള്ളത്. അതെ, എന്തായാലും മൂപ്പര് പോലീസുകാരനാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് നാട്ടുകാരാണ്. ഇത് വെള്ളം കിടന്ന ടൈമിൽ ഒരു വയസ്സായ ആൾക്കാർക്കോ സ്കൂട്ടറിലൊക്കെ പോകാൻ പറ്റിയില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ വെച്ചാണ് ബോർഡ് ചോദിച്ചു രണ്ടാമത് വെച്ച് ബോർഡ് ഞാൻ വെച്ചാണ്. ഇവിടെ അതിന് ആൾക്കാർ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല. ഈ ഇലക്ഷൻ ടൈമിൽ ഇങ്ങോട്ട് ആൾക്കാർ വരും, വോട്ട് ചോദിച്ചുണ്ട്. വോട്ട് ചോദിച്ചില്ലേ വരും. ആദ്യം നന്നാക്കാൻ വേണ്ടി ഇത്ര നമുക്ക് പറയാനുള്ളത് നാട്ടുകാരുടെ വയസ്സിൽ. അധികൃതർ ഞങ്ങൾ പോയിട്ടില്ല. അധികൃതർ പറഞ്ഞത് ഇപ്പോൾ ഈ ഇത് ജില്ലാ പഞ്ചായത്ത് റോഡാണെന്നാണ് പറഞ്ഞത്. ജില്ലാ പഞ്ചായത്ത് റോഡ് ആര് റോഡായിരുന്നു നമുക്ക് ഏത് ഇലക്ഷനിൽ നിന്നല്ല, ഏത് പാർട്ടിയൊന്നുമല്ല, നമുക്ക് റോഡ് ഒന്നാവണം, അത്രേ ഉള്ളൂ. നമ്മളെ വീടാണ് തൊട്ടടുത്ത്. ഞങ്ങൾക്ക് ഒറ്റ റോട്ടിൽ കൂടെ പോകാറില്ല. ഇവിടെ വരാൻ പറ്റാത്തോട്ട് ഇത് വെള്ളം ഇല്ലാത്തോട്ട് പറയായിട്ടാണ് നിങ്ങൾക്ക്. മജീദ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ പല ഭാഗത്തും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ കേൾക്കുന്നതാണ് ഇത് ജില്ലാ പഞ്ചായത്തിൻ്റെയാണ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയാണ്. ഈ ഭാഗ കാര്യങ്ങളൊക്കെ ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ നോക്കണ്ടേ? അയാൾ ശരിയായി കൊടുക്കണ്ടേ? ജില്ലാ പഞ്ചായത്തിൽ നിന്നാണെങ്കിൽ അവിടുന്ന് സാക്ഷ്യം മേടിച്ചിട്ട് അയാൾ റെഡിയായി കൊടുക്കണ്ടല്ലേ? അത് എന്തായാലും അതിൻ്റെ ഇതൊക്കെ അവരല്ലേ നോക്കേണ്ടത്. ഏത് വാർഡിലാണ് പെട്ടാണെന്നുണ്ടെങ്കിൽ ഫണ്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാർഡിലൊരു മെമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ മെമ്പർക്കും അവകാശപ്പെട്ടതല്ലേ? ഏത് വാർഡായാലും ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ആ വാർഡ് മെമ്പർക്ക് അതിൽ കുറച്ച് ഇതുണ്ടാവും അല്ലേ? നമ്മളെ വാർഡിൽ പെട്ട ആൾക്കാരാണ്, അവരാണ് ആ ബുദ്ധിമുട്ടുന്നുള്ള ആ ഒരു ചിന്ത അവർ വരണം. അവർ വന്ന് ഞാൻ എന്ത് ചെയ്യാം, UDF ആയി LDF ആയി BJP ആയി ഏത് പാർട്ടി ആയാലും അതാ നമ്മളെ അടുത്തേക്ക് വോട്ട് ചോദിക്കാൻ വരുമ്പോ അവർ ഈ റോഡ് നന്നാക്കാം, നിങ്ങൾക്ക് എന്താ വേണ്ടത് നമ്മൾ ചെയ്താൽ പ്രശ്നം അതൊക്കെ വാഗ്ദാനങ്ങൾ ഉണ്ടാവും. എന്തെങ്കിലും ചെയ്യണം. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതാണ് അതിന്റെ കറക്റ്റ്. തലമുറകളാണെന്നുള്ളത് ഇപ്പോഴത്തെ ഇലക്ഷനിൽ അവർ ചിന്തിക്കണം. വരും തലമുറകളാണ് വരുന്നുള്ളത്. ഇത്ര പോകുന്ന കുട്ടികൾ വെള്ളത്തിലൂടെ പോകുമ്പോൾ ഇത്ര വെള്ളത്തിലാണ് പോണത്. അത് നീന്തി കളിച്ച് അതിൽ കൂടെ പോണ കാണുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു വിഷമം തോന്നുന്നു. ഞങ്ങളിവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആൾക്കാരാണ്. കാണുന്നുണ്ടാവും നല്ല റോഡുകളാണ് ഇതൊക്കെ പോകുന്നത്. മലപ്പുറം ജില്ലേൻ്റെ പല ഭാഗത്തും പല ചാനലിലും നമ്മൾ കാണുന്നുണ്ട്. മലപ്പുറം ജില്ലക്കാണ്ട് കടന്നാൽ കിടില റോഡ് എന്നല്ലേ. പക്ഷേ ഈ പഞ്ചായത്തിൽ വാർഡുകളിൽ ഇങ്ങോട്ടൊക്കെ പോയാലാണ് അനാഥമായി കിടക്കുന്ന ഇതുപോലുള്ള കുറേ റോഡുകൾ നമുക്ക് കാണാൻ പറ്റും. ആളുണ്ടാവില്ല. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, പഞ്ചായത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള തർക്കങ്ങളാണ് എല്ലായിടത്തും നടക്കുന്നത്. ഒരു വിധമുള്ള സ്ഥലത്ത് ഇങ്ങനെ കുറേ തർക്കങ്ങൾ നടക്കുകയാണ് പല ഭാഗങ്ങളിലും. ആദ്യം പറഞ്ഞാൽ പറയും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്. ഓട്ടോക്കാരാണിത്, ഇവിടുത്തെ ഓട്ടോ തൊഴിലാളികൾ. അവരുടെ അഭിപ്രായം എന്താ തേടി? അതാ പറഞ്ഞത്, ചെറിയ ചെറിയ കുട്ടികളാണ് ഇത് കൂടെ സ്കൂളിൽ പോകുന്നത്. ഇവിടുന്ന് ഞങ്ങൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത്രയും വെള്ളം കിട്ടണം. അത് നമ്മളിപ്പോ പറഞ്ഞില്ലേ, ഇപ്പൊ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് കുറച്ച് ആൾക്കാർ വരും. അപ്പൊ ഒരു പറയും ഞങ്ങൾ നേരാക്കി തരാം കഴിഞ്ഞ് കാരത്തൂര് വരെ എന്താ കഴിഞ്ഞു. ഇനിയിപ്പോ ഏതായാലും ഇലക്ഷന്റെ മുന്നേ നന്നാവോ ആർക്കറിയാം. അതിനല്ല ബോർഡ് വെച്ചിട്ട്, ആ ബോർഡ് വെച്ചിട്ട് അതിനാണ് കണ്ട ബോർഡ് കണ്ട ബോട്ട് വെച്ചിട്ട് ആരും വരണ്ട. അതന്നെ ആ ബോർഡ് വെച്ചിട്ട്. അപ്പൊ ഈ ഭാഗത്തുള്ളവരൊക്കെ ഇപ്പൊ വോട്ട് ബഹിഷ്കരണമാണ്. ആ ബഹിഷ്കരണമാണ്.
ഞങ്ങളിവിടെ വരണോടൊക്കെ പറയും ഇത് നേരാക്കിയാൽ ഞങ്ങൾ ആരും വോട്ട് ചെയ്യണ്ടാവും. വോട്ട് ചെയ്യാൻ വരണ്ട അല്ലേ? ഇതിന് 3-4 തന്താരാണ്, ഒരു തന്തല്ല 3-4 തന്താരാണ്. ഇപ്പൊ തന്താറുണ്ട് അല്ലേ? കുറച്ച് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യണേക്കാൾ മുന്നേ ആരും ഉണ്ടാവില്ല അല്ലേ? അനാഥായിരിക്കും. ആ ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. ജയിച്ചാണ്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കയ്യിലല്ലേ, നമ്മളെന്താ ചെയ്യാനാണെന്ന് ചോദിക്കുള്ളൂ. ഇതുപോലുള്ള അവസ്ഥ കേരളത്തിൽ പല ഭാഗങ്ങളിലുണ്ട്. ഇപ്പൊ നമ്മളെ ഭാഗത്ത് തന്നെ നമ്മൾ കണ്ടു. അവിടെ എടുത്തിട്ടാണ് നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. റോഡിന്റെ ഇതൊക്കെ ഇപ്പൊ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. വണ്ടിയായിരുന്നു ഇതിനൊരു ശാശ്വതമായ പരിഹാരം വെള്ളത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന സംവിധാനം അത് പല സ്ഥലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പൊക്കെ പരീക്ഷിച്ച് വിജയിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ചെമ്പ്രവട്ടം പാലത്തിന്റെ അവിടെ ഇപ്പൊ ഇന്റർലോക്ക് സംവിധാനം വന്നില്ല. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് ഈ റോഡ് മാറും. അല്ലാന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് കുറച്ച് റോഡ് ടാർ ചെയ്തു പോകും. ഇതിന്റെയൊക്കെ പേരിൽ അല്ലെങ്കിൽ ഇനിയിപ്പോ ഇലക്ഷൻ അടുപ്പിച്ച് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ വന്നൊരു പൊടി ചെയ്യും. അതിലൊന്നും കാര്യമില്ല. ഇവിടെ ഉയർത്തണം. വെള്ളം താഴേക്ക് ഇറങ്ങി ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മളെ തൊട്ടടുത്ത വാർഡിൽ തന്നെയാണ് ഈരാഞ്ചിറ. എല്ലാവർക്കും അറിയാം ഈരാഞ്ചിറ എന്ന്. എൻ്റെ നാട്ടിലേക്ക് ഇവിടുത്തെ അവസ്ഥ വളരെ ശോചനീയമായിട്ട് കിടക്കുകയാണ് ഈ റോഡൊക്കെ. ഒരു നാട്ടുകാരെ രോഷമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് കലിപ്പിലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്രാവശ്യം ആർക്കും വോട്ടില്ല, വോട്ട് വെച്ച് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത്. വോട്ട് വെച്ച ആളാണ് ഇപ്പോൾ ഈ വോട്ട് വെച്ച ആളാണ് ഞാനാണ്. ആ, എൻ്റെ പേരെന്താണ്? അനീഷ്. അപ്പൊ നമ്മളെ തൊട്ട അയൽവാസിയാണ്. അപ്പോൾ നമ്മൾ വോട്ട് കൊടുത്തിച്ചാണ്. ഞങ്ങൾ എല്ലാവരും പാടെ പറയും നാട്ടുകാരൊക്കെ പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തിച്ചാണ്. നമ്മ ഒരു പാർട്ടിയും ഇല്ല, ഒരു പാർട്ടി നമ്മളില്ല. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെ നാട്ടിൽ ഇതേമാതിരി ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു മാതൃക ആക്കിക്കാടി. വോട്ട് വെച്ചിട്ടാണ്ട് വരണ്ടാന്നാണ്ട് എഴുതിയാണ്ട് വെച്ചാണ് ഇതേപോലെ. ഞങ്ങളെ നാട്ടിൽ ഇപ്പൊ വലിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. എന്റെ കാര്യത്തിൽ തന്നെ കാരത്തൂർ അങ്ങോട്ടുള്ള റോട്ടിൽ വലിയത്. ആരും അങ്ങോട്ട് വരണ്ട. അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ വരെ ആൾക്കാർ അവിടെ ചെറിയ അതായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കുറച്ച് വോട്ട് സ്പ്ലിറ്റ് ആവുക എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ളത് കോലത്തിലാണ്. അപ്പോ ഇങ്ങനെ പടി കൊടുക്കുക ആൾക്കാർക്ക് തന്നെ മനസ്സിലാവണം. നന്നായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ ഈ തരികിട പരിപാടി ഒന്നും നടക്കില്ല. റോഡ് കാര്യങ്ങളൊക്കെ നന്നാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടികളാണ് ഈ വെള്ളത്തൂടെ നീക്കിയിട്ട് ചളി കൂടെ വെള്ളത്തിൽ. അപ്പൊ നമുക്ക് കഷ്ടങ്ങളെ ഒന്ന് കാണണം. നിർത്തട്ടെ. ഇത് കാര്യമായിട്ട് ഒന്നായിട്ട് വിട്ടാളി. ആർക്കും ഒന്നും പറയാനില്ലല്ലോ. എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞോളിട്ടാ. ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാൻ പോണ്. ആ അതെ, ഇതിനൊരു തന്തപ്പിടിയിലുണ്ടാക്കി. ആ 3-4 തന്തായിട്ട് വേണ്ട, ഒരു തന്ത. അയാള് പറഞ്ഞത് അല്ല, അയാൾ എന്താണ് സംഭവം ആളുകൾ ചർച്ച നടക്കുന്നു. 3-4 തന്ത വേണ്ട, ഒരു തന്ത. ഇതിന്റെ ആ വീട്ടുകാര് 14-ാം വാർഡിലെ. അപ്പോൾ വീരാഞ്ചിറ മില്ലുംപടി ടു കാരത്തൂർ റോഡിൻ്റെ അവസ്ഥ കാര്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. ഇന്ന് നമുക്ക് നേരെ നമ്മുടെ നാട്ടിലേക്ക് കാരത്തൂരിലേക്ക് ചെടി വിൽപ്പന. റാജേട്ടോ, നമ്മുടെ റാജേട്ടൻ എപ്പോൾ നോക്കിയാലും വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ റാജേട്ടൻ മുന്നിലുണ്ട്. എന്താണ് താടിമ കൊത്തി വെച്ചിങ്? അത് എടുത്ത് ഒഴിവാക്ക്. കൊറോണ കാലത്ത് ഇത് വെക്കാഞ്ഞിട്ട് ആൾക്കാർ അടിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പം നോക്കുമ്പോൾ ഈ വെച്ചാണ്ട് കിടക്കുക. എന്താ പറയാനുള്ളത്? ഒന്നുമില്ലേ? ഏതെടുത്താലും 150 അല്ലേ? ഐ എന്താ റോസൊക്കെ അടിപൊളി റോസുകൾ. പാരസിറ്റാമോളാ? ആ, ഇയാള് പാരസിറ്റാമോളാണ് അല്ലേ? സമതാക്ക ആശാനെ ഇതാ വരെ 2 കൊല്ലം കൊണ്ട് കായ്ക്കുന്നതല്ലത്. 2 വർഷം കൊണ്ട് കായ്ക്കുന്ന അടക്കാമരം.
അടക്കാമരം എന്നല്ല പറയാ, കവുങ്ങ്. ആ പിന്നെ എപ്പോ നോക്കിയാലും കായ്ക്കുന്ന മുളക്, പച്ചമുളക്, ഗുണ്ടുമുളക്. ഇതെന്നാ മരം? ഇതെന്താ? ഫുൾ സിറ്റിയാ? ഫോൺ സിറ്റി. ഫോൺ സിറ്റി. പിന്നെ ഈ തെങ്ങ് എത്ര കൊല്ലം കൊണ്ട് കഴിക്കുക? കുറ്റിയാടിക്കുള്ളനാ? കുറ്റിയാടിക്കുള്ളൻ എന്താ ഇവിടെ കൊടുന്നിരിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലെന്താ കാര്യം? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? മാനും ഉണ്ടോയാ? അത് വേറൊരു കുള്ളൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇതേതാ കുള്ളൻ? ഇത് CP മെഡിക്കൽ കുള്ളൻ അല്ലേ? എന്താ നിങ്ങളൊന്നും ഉണ്ടാത്തേ? എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോളേ, നാട്ടുകാരൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാ നമ്മളെ പഞ്ചായത്തിൽ ആരാ ജയിക്കുക? 16-ാം വാർഡിൽ ആര് ജയിക്കണവര് ജയിക്കും അല്ലേ? അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ കറക്റ്റ്. ഇതാ അടുത്ത കൊല്ലം കായ്ക്കുന്നത് ഇല്ലേ? ഇപ്പൊ തന്നെ കൂട്ടല്ല. ഇങ്ങോട്ട് വരാം. കാടളകി വരട്ടെ. ഫുള്ള് പിടിക്കണം. ഐഷ് യാ ഹുദാ, അത് നല്ല പൂവുള്ള പൂത്തിരിക്കുക. ഇത് ഏതാ മാവ്? കാലാപ്പാനിയാ? കാലാപ്പാടി. അത് ശരിയാ. ആ പിന്നെ NIT മറ്റേതില്ലേ, റംബുട്ടാൻസ്. അത് കായ്ച്ചത് എവിടെ? കായ്ച്ചത് കാണണല്ലോ. പൊട്ടിച്ചു കൊണ്ടുപോയി കായൊക്കെ. അപ്പൊ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ഒരു 1.5 മാസത്തോളമായിട്ട് ഇവിടെ ഉണ്ടല്ലേ കാരത്തൂര്? 3 മാസമായിട്ട് ഇവിടെ ഉണ്ട്. സ്ഥിരമായിട്ട് വരുന്നുണ്ട് അല്ലേ? അപ്പൊ കാരത്തൂര് വന്നാൽ എല്ലാവർക്കും കിട്ടും. ലൊക്കേഷൻ ഇതാ നമ്മളെ സ്റ്റോർ തന്നെ ആയിക്കോട്ടെ. PPK സ്റ്റോർ കാരത്തൂര്. PPK സ്റ്റോറിന്റെ നേരെ മുന്നില് വീരാഞ്ചിറ റോട്ടില് അല്ലേ? സംഭവം ഇവിടെ ഉണ്ട് കേട്ടോ. ഉഷാറായിട്ട് ഒരു ചെറിയ ജീവിതമാർഗം അല്ലേ? നിങ്ങൾ എവിടുന്ന വരുന്നത്? പരപ്പനങ്ങാടിന്നാ? ഡെയിലി പരപ്പനങ്ങാടിന്ന് വരും ഇവിടെ? ആ അപ്പൊ ഇവിടെ അത്യാവശ്യം മെച്ചമുണ്ട് ഞങ്ങളെ നാട്ടുകാരെത്തുന്നില്ലേ? നല്ല ബീച്ചിലാണ്. നല്ല ബീച്ചിലാണ്. നാട്ടുകാർ നല്ല ഒഴിച്ചിലുമാണ്. അല്ല ഈ മാവ് എന്താ? അല്ല പ്ലാവ്, ഇതേതാ പ്ലാവ്? ചുവന്ന ചക്ക. അതെന്തുട്ടല്ല? 650. നമുക്ക് യൂട്യൂബർമാർക്ക് എന്തെങ്കിലും കുറവുണ്ടോ? ഇതെന്നാ കായ്ക്കുക? 1 കൊല്ലം കൊണ്ട് കായ്ക്കും. അതിനെന്തേലും പ്രത്യേകിച്ച് വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കണോ? ബാക്കിയെല്ലാം ഇട്ട് കൊടുക്കാം അല്ലേ? ഇത് ബഡ് ചെയ്ത് വരണോ? അതാ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ? കുറവുണ്ടാവും അല്ലേ? അത് ശരി. അധികം ഹൈറ്റ് ഒന്നും പൊന്തൊന്നുമില്ല അല്ലേ? സംഭവം ഉഷാറേയും. അപ്പൊ ഇനി നമുക്ക് നേരെ മീൻ മാർക്കറ്റിൽ പോവാം. മീൻ മേടിക്കുന്ന ആൾക്കാരൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ഒറ്റ പോക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ. എന്താ മീനില്? ഐ മാന്തൽ കെടുക്കണ കെടുപ്പ് വണ്ടിയില്ലേ? രാജു ഇവിടെ എത്തിയ അന്നെ കണ്ടു മടുത്തല്ലോ. ഇത് കണ്ടങ്ങള് കെടുക്കണ കെടുപ്പ്. അനാർക്കലിയാണ്, അനാർക്കലി അല്ലേ? അമ്മൂറിന്റെ ഒക്കെ ഒരു വലിപ്പേ. ആ 1,600. ഒരു കവറായിട്ട് വന്നിട്ട് വല്ല മാറ്റിയെടുക്കാൻ പറ്റുമോ? രാജു നാളെ ഓടിയതാണ് അതില്. രാജു എന്ത് ഓട്ടാ ഓടല്? മത്തി എല്ലാം ഉണ്ട് അല്ലേ? ഇന്ന് ആരും ഇല്ല, ഹെൽപ്പർമാരൊന്നും ഇല്ലേ? ആ വരുന്നു, താടിക്കാരൻ വരുന്നുണ്ട്. ഓക്കെ ചെയ്താ ഇതെവിടെ? എല്ലാരും ഉണ്ട് കേട്ടാ. കരീമാ എന്താ പരിപാടി? എന്താ ചിരി? ചെറിയൊരു മുതലാട്ടാ, ചെറിയൊരു മുതലാണ്. ഇതൊക്കെയാണ് നമ്മളെ കാരത്തൂരത്തെ പുതിയ വിശേഷങ്ങളൊക്കെ. ഇതാ വന്നിരിക്കുന്നു തീറ്റ പോൻ ബസ്. ആ നല്ല പൊരിച്ചു കൊടുക്കും. നല്ല കാലാവസ്ഥ ട്ടാ. ഇന്ന് മഴ പെയ്യോ? പെയ്യാൻ സാധ്യത ഉണ്ടല്ലേ? ബാബു ഇതെന്താ അറിയോ സംഭവം? എന്താ അറിയോ? നമ്മൾ പഠിച്ചു വളർന്ന സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ സ്കൂളിലൊക്കെ പോവാറുണ്ട്. ബാബു എന്താ അങ്ങോട്ട് പോയി? വാടാ ഭായ് സാബ്, ക്യാ ഹാൽ ഹൈ? ठीक ठाक है? अच्छा मुस्तफा എന്താ ഇങ്ങനെ നോക്കണു? വാടോ
അപ്പോൾ നമ്മൾ പഠിച്ചു വളർന്ന സ്കൂൾ പോലെ തന്നെ നമ്മൾ ജീവിച്ച് വളർന്ന സ്ഥലമാണിത് ഓട്ടോ സ്റ്റാൻഡ്. ഇന്നതിൽ കാണും ഇതിങ്ങനെ ബാക്കാണ്. അപ്പോൾ അതിൽ പെട്ടതാണ്. നമ്മളൊരു ക്ലാസ്മേറ്റാണ് ഈ നിൽക്കുന്നത്. അതെന്തേ വണ്ടിക്കാരെ എവിടെ പോയി? ആകെ 3 ഓട്ടോ ഉള്ളല്ലോ, 4 ഒക്കെ വരില്ലേ? അപ്പോൾ നമ്മളെ കാരത്തൂർ ഓട്ടോ സ്റ്റാൻഡാണ് നിൽക്കുന്നത്. കാരത്തൂർ ടൗണാണിത്. ഒരു കേരള ഗ്രാമീണ ബാങ്ക്, മീൻ കച്ചവടം ഒന്ന് ഇപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒന്ന് അപ്പുറത്ത് നടക്കുന്നുണ്ട്, ഒന്ന് കണ്ട് ചെറിയൊരു ബേക്കറി കട ഉണ്ട്. നല്ല കിണ്ണം കാച്ചി റോള് തന്നെ വെയിറ്റ് ചെയ്യണ്ടാ, പേടിക്കണ്ട. ജി എൻ്റെ ബാബു ആണ് ഈ പോണേ. ആ ആ തീർച്ചയായിട്ടും അടുത്തേലേക്കാണ് നായകൻ നമ്മളെ വീഡിയോയിൽ കേട്ടാ. ചീറു അല്ലേ? ആകണ്ട് ജീവേ ലൈറ്റ് ഇടാറായല്ലോ. ഇന്നെന്താ പൊരിക്കടിയുള്ളത്? ഈ കോഴിമുട്ട, കാടമുട്ട, ഇതാണ് എൻ്റെ ഒരു പൊരിക്കടി. ഒരു ചെറിയ സെറ്റപ്പ് ആട്ടോ അത്. കണ്ടങ്ങള് സാധനം ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. ഇവനാണ് ഇതിൻ്റെ RC ഓണർ, ഈ ഷോപ്പിൻ്റെ മിസ്റ്റർ മുജീബ്. ഒരു എക്സ് പ്രവാസിയാണ്. ഒരുപാട് കോടികൾ സമ്പാദിച്ച് ഇവിടെ കൊടുത്തിട്ട് ഒരു ഷോപ്പ് ഇട്ടിരിക്കുകയാണ് പാവം. വണ്ടിയിലങ്ങൾ കുറേ ലൈസൊക്കെ ഉണ്ട്. ഇത് വേറൊരു പ്രവാസി. ചായക്ക് വെയിറ്റ് ചെയ്യാം. ക്യൂ നിൽക്കുകയാണ്. എത്ര ആളുകളാ ക്യൂ നിൽക്കുന്നത് അല്ലേ? പല ഐറ്റംസ് മിഠായികളുണ്ട്, ടിക്ടാക്ക് ഉണ്ട്, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് സാമഗ്രികളൊക്കെ ഉണ്ട്. ഉപ്പിലിട്ടതാണ് ഇവിടുത്തെ വെറൈറ്റി. കണ്ടകള് ഒരു മാങ്ങ ഒരു 24 പീസാക്കുവൻ, എന്നിട്ട് ഉപ്പിലിട്ട് ജനങ്ങളെ പറ്റിക്കാതിരിക്കുകയാണ്. കള്ളായി മാറി. പാലക്കാടൻ കാഴ്ചകൾ. പാലക്കാട്ടിൽ നിന്ന് മാറി നമ്മൾ കൊല്ലങ്കോട് ഒഴിവാക്കിയിട്ട് നേരെ ധോണി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. മലമ്പുഴൻ്റെ അപ്പുറത്തുള്ളൊരു ഡാമിൻ്റെ അങ്ങേ പൊളി, പച്ചപ്പിൻ്റെ പൊടിപൂരം. ഇപ്പോൾ നമ്മൾ പോകുന്നത് കന്മദത്തിൻ്റെ ലൊക്കേഷനിലേക്കാണ് കേട്ടോ. കാണണ്ടേ നമുക്ക്? ലാലേട്ടനും മഞ്ജു വാര്യരും സിദ്ദീഖ്, ലാല്, 2 ലാലും അല്ലേ? സിദ്ദീഖ് ലാലത്തെ ലാലും പോയി നോക്കാം. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ നല്ലൊരു മനോഹാരിത കണ്ടപ്പോൾ, പച്ചപ്പ് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ്. അവിടെ തന്നെയാണ് ധോണിയിൽ എത്താറായിക്കണ്. 2-3 കിലോമീറ്റർ ഉണ്ടാവും. കൂർക്ക കൃഷി, അതിൻ്റെ വിളവെടുപ്പാണ്. കുടുംബസമേതം വന്നിട്ട് വിളവെടുപ്പാണ്. ഞാൻ കുറച്ച് ചോദിച്ചു. നല്ല ഫ്രഷ് കൂർക്കയായിരുന്നു, പറിച്ചെടുക്കുന്നതാണ്. അവരടുത്ത് തുലാസ് കാര്യങ്ങളൊന്നുമില്ല, നാളെ വരികയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നാളെ ഇപ്പോൾ നമുക്ക് വരാൻ പറ്റില്ലല്ലോ. എന്താ ഭംഗിയില്ലേ കാഴ്ച? പാലക്കാടൻ കാഴ്ചകൾ എത്ര കണ്ടാലും കൊതി തീരില്ല. അടിപൊളി കാഴ്ചകളാണ്. കഴിഞ്ഞ മാസം ഞങ്ങൾ കൊല്ലങ്കോട് പോയിരുന്നു. പാലക്കാട് കൊല്ലങ്കോട് ഇതേപോലെ തന്നെ നല്ല പച്ചപ്പ്, മലനിരകൾ, കാഴ്ചകളൊക്കെ തന്നെ. ഇപ്രാവശ്യം ഇങ്ങനെ മാറ്റി പിടിച്ചതാണ്. പാലക്കാട്ടിൽ നിന്ന് ധോണി, അതുപോലെ തന്നെ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ പേരങ്ങോട്ട് മറന്നല്ലോ. മലമ്പുഴയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ പോയിട്ട് നമ്മുടെ കന്മദത്തിൻ്റെ, അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ പഴയ മൃഗയ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നിങ്ങനെ കണ്ടിട്ടേ പോരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഇറങ്ങിയതാണ്. പോകുന്ന വഴിയിലുള്ള വഴിയോര കാഴ്ചകളാണിത്. വഴിയോര തെരുവോര കച്ചവടങ്ങളല്ല, വഴിയോര കാഴ്ചകൾ കാണുന്നവർക്ക് ഇങ്ങനെ ഒപ്പിയതാണ്. ഇത് പാലക്കാട് ഏത് ഭാഗമാണ് ഈ സ്ഥലം എന്നൊക്കെ കാണാൻ ആർക്കെങ്കിലും അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യും. കാണാമല്ലോ നമുക്ക്. എനിക്കോർമ്മയില്ല ഏതാണ് സ്ഥലം എന്നൊന്നും. പാലക്കാട് മലമ്പുഴ ഭാഗമാണ്. മലമ്പുഴൻ്റെ ഏരിയ തൊട്ടടുത്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ഏതാണെന്ന് സ്ഥലം അറിയില്ല. നിങ്ങൾക്ക് കിട്ടിയ മീൻ എവിടെയാണ്? കവറിലാ? നിങ്ങൾക്ക് ഇന്ന് സ്കൂളില്ലല്ലേ? ഞായറാഴ്ച അല്ലേ? നാളെ ഇല്ല. അതെന്താ? തിങ്കളാഴ്ച സ്കൂളില്ല അവനക്ക്, അവൻ്റെ സ്കൂളിലേ. എവിടെ ആർക്കപ്പോൾ മീൻ കൊടുക്കണ്? ഇത് ഇരട്ട് കൊടുക്കണ്? എവിടെ നോക്കട്ടെ എൻ്റെ മീൻ? മീനിനെ കാണട്ടെ. എവിടാ? ഈ കവറിലാ? ആ, അതവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. പൊരിക്കും പരലൊക്കെയാണ്. ഇവിടുന്ന് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് അങ്ങനെ പാടത്തേക്ക്. ഇതിൽ വന്നിട്ട് അന്ന് ഒരു പ്രാവശ്യം കുറേ കുളിച്ചിരുന്നു ഞങ്ങൾ ചാടിയിട്ടൊക്കെ. ആ കുളമാണിത്. ആ കുളം ഈ കുളത്തിലായി.
ഈ കോലത്തിലായി. പല ഭാഗങ്ങളും അവിടെ ഇവിടെയൊക്കെ കൂടി കാണിക്കല്ലേ. കുറച്ച് പാലക്കാട്, കുറച്ച് കാരത്തൂർ, കുറച്ച് കുറ്റൂര്. ഇത് അല്ലൂർ കുളമാണ്, അല്ലൂർ ഭാഗത്തുള്ള. മുമ്പൊക്കെ പോയിട്ട് ഇങ്ങനെ കുളിച്ചിരുന്നായിരിക്കും. ഇവിടെ പോരുമ്പോൾ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ കയറ്റിയതാണ്. പിള്ളേർ മക്കളൊക്കെ ആയിട്ട് പോയിട്ട് കുളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം ഉമ്മറട്ടി ഫാമിലിയൊക്കെ നാട്ടിലുള്ള സമയത്ത് അവനും കുട്ടികളും എല്ലാവരും കൂടെ പോയിട്ടൊന്ന് ചാടി കുളിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ്. വർഷക്കാലമായിരുന്നു. നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോകും. നല്ല കാഴ്ചകളായിരുന്നു. ഇപ്പോൾ മക്കൾ ഇതാ അവിടെ ഒരു ചൂണ്ടലിടുന്നു. നിറയെ പരലുകളാണ്. അവരെ മീൻ ഇരൊക്കെ ഇങ്ങനെ പരല് കൊത്തി തിന്നുകയാണ്. ഒരു പൊരിക്കാറ്റ് കിട്ടിയിട്ടുണ്ട്. അല്ലൊരു പാടത്തുനിന്ന് മേലക്കുന്നാണ്ട് കയറിയിട്ട് ആ കുന്നും പ്രദേശത്തുള്ള എന്താണ് സംഭവം എന്ന് എനിക്ക് വലിയൊരു പിടുത്തമില്ല. ഒരു കുന്നും ഒരു കൺവെൻഷൻ സെൻ്ററൊക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട്. നല്ല ഒഴിഞ്ഞ് കിടക്കുന്ന ഒരു സ്ഥലങ്ങൾ കണ്ടപ്പോഴേ രസം. ഇപ്പോൾ എങ്ങനെയുണ്ടോ സ്ഥലം? എങ്ങനെയുണ്ട്? കിടിലം കാഴ്ച അല്ലേ? ഇതൊക്കെ നമ്മളെ നാട്ടിൽപ്പെട്ട സ്ഥലം തന്നെ അല്ലേ? എന്തിനാ നമ്മൾ ഊട്ടിക്കും മൈസൂർക്കും ഒക്കെ പോകുന്നത്? അപ്പോൾ അവിടുന്ന് നേരെ നമ്മൾ ആലത്തിയൂർ ഇമ്പിച്ചിവാവ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ അവിടെ നിന്നുള്ള കാഴ്ചകളാണ്. നമ്മൾ വിചാരിക്കും ഇപ്പം എനിക്ക് എന്താ ഭ്രാന്താണോ? എത്ര നേരമാണ് ഈ വീഡിയോസ്? സംഭവം എന്താണെന്ന് വെച്ചാലേ 1 മണിക്കൂർ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ ടെസ്റ്റിനും വേണ്ടിയിട്ടാണ്. 1 മണിക്കൂർ കണക്കാക്കാൻ വെറുതെ നമ്മളെ നാട്ടിൽ കറങ്ങിയിട്ട് അവിടെ ഇവിടെ നിന്നുള്ള ഇതൊക്കെ കൂടി ഇട്ടിട്ടേ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു രസമായിക്കോട്ടെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയണം. അപ്പോൾ ഏകദേശം 46 മിനിറ്റായി. ഫുള്ളായിട്ട് ആരും കാണണമെന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇടുകയാണ്. അപ്പോൾ നല്ല ഇവിടെ കുറേ ആമ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. നല്ല രസമാണ് കാണുന്നത്. ഞാനിവിടെ വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു അച്ചാർ വെക്കുന്നൊരു പയ്യൻ്റെ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. വെച്ചിട്ട് എന്താ ഈ ഗ്യാപ്പിൽ കൂടെ അവൻ പോയിരുന്നത് അച്ചാർ വെക്കുന്നത്. ഈ പ്രായത്തിലുള്ള മക്കൾ ക്രിക്കറ്റ് കളിച്ചൊക്കെ നടക്കുമ്പോൾ ഈ മക്കൾ അച്ചാർ വിറ്റ് ജീവിതം മുന്നോട്ട് പോകാൻ അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ കുട്ടി അവിടെ അച്ചാർ വിറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. മുള, ഓടമുള, ഇതിൻ്റെ ചെറുത് ചെള്ളായിരിക്കില്ലേ നമുക്ക് ഫ്രൂട്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പോഴും ഈ പൂരപ്പറമ്പിൽ നേർച്ച സ്ഥലത്തൊക്കെ പോയാലുണ്ടാവും ഇതിങ്ങനെ ഊതി നടക്കുന്നത്. കാണാൻ നല്ല കാഴ്ച അല്ലേ? നല്ല രസമായിരിക്കും. അതിൻ്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടാൽ ലയിച്ചങ്ങനെ പോകും. ആ സംഗീതത്തിൽ ഫ്ലൂട്ടിൻ്റെ സംഗീതം. ഇവിടെ കുറേ കാക്കകളെ കാണാൻ നിങ്ങൾക്ക്. ഇതിൻ്റെ അടുത്താണ് കാക്കപ്പൊറ്റോടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം തന്നെ ഉണ്ട്. കാക്കൻ്റെ പൊടി പൂരാണ് അവിടെ. ജിറാഫമ്മ കയറണ വേണ്ടേ? അതിന് മുകളിൽ കയറ്റി തരാടി. കണ്ടില്ലേ കാക്കകളെ? എത്ര ഒരുപാടുണ്ട് കാക്കകൾ. ഇത് സ്ഥലം മാറിയിട്ടാ ഭാരതപ്പുഴയാണിത്. ഭാരതപ്പുഴ നമ്മുടെ അടുത്തല്ല, നമ്മുടെ തൊട്ടടുത്ത് ഭാരതപ്പുഴ ഒഴുകുന്നുണ്ട്. ഇതിപ്പോൾ തൃത്താല കുമ്പിടി ആ ഭാഗത്താണ്. ഇതിപ്പോൾ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മുടെ മഹായാനത്തിൽ ആ ലോറി കയറി വരുന്ന സീനൊക്കെ. അവിടെയൊക്കെ ഇപ്പോൾ പൊന്തക്കാട് അതുപോലെ തന്നെ ആ കരിമ്പ് മറ്റേ കാട്ടുകരിമ്പൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഭാഗത്തായിരുന്നു ഇതിൻ്റെ എൻട്രി. ഇതാ അപ്പൊളിയിലായിരുന്നു ആ സീമൻ്റെ ഒരു ചെറിയ ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ പറഞ്ഞാലും ഒന്നും മനസ്സിലാവില്ല. ആ കോലത്തിലാണ് ഇപ്പോൾ അവിടെ ഒക്കെ മാറി. റോഡ് തന്നെ നല്ല റബ്ബറൈസ് റോഡായി. അടിപൊളി ഇതായി. ഒക്കെ മാറി. ലോകം തന്നെ മാറുകയാണല്ലോ അല്ലേ? കാലാവസ്ഥ വരെ മാറി. അന്നത്തെ ചൂടല്ലല്ലോ ഇന്ന്, അന്നത്തെ മഴയില്ലല്ലോ ഇന്ന്. മൊത്തം മാറ്റങ്ങളാണ്. അപ്പോൾ കൂട്ടത്തിൽ ഇതും അങ്ങോട്ട് മാറി. ലോറിയൊക്കെ പോണ പോക്ക് കണ്ടില്ല നിങ്ങൾ? ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ ഒരു എന്താ പറയുക, ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു ഇതൊക്കെ. അത് ആ സിനിമയിൽ ശരിക്കും കാണാം നമുക്ക്. ആ ഭാഗത്ത് നിന്നാലും ശരിക്കും ഭാരതപ്പുഴ കാണുന്നതന്നെയില്ല. അപ്പോൾ ഞാൻ കുറച്ചിപ്പുറം മാറി നിന്നിട്ടേ ഭാരതപ്പുഴ ഒന്നിങ്ങനെ സൂം ചെയ്ത് നോക്കിയതാണ്. സിനിമയിൽ ആ ഭാഗത്തു നിന്ന് കാണുമ്പോൾ അവിടെയൊക്കെ കാലി ബ്ലാങ്കായി കിടക്കുക. നേരെ ഭാരതപ്പുഴയിൽ നിന്ന് മണൽ കയറി വരുന്ന സീനായിരുന്നു ലോറികളൊക്കെ. സ്ഥലം വീണ്ടും മാറി. ലൊക്കേഷൻ നേരെ വാഗമണ്ണിനടുത്തുള്ള സ്ഥലമാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. വാഗമണ്ണിലൊക്കെ പോകുകയാണെന്നുള്ളത് ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമുക്ക് 1 മണിക്കൂറും 2 മണിക്കൂറും കഴിയില്ല. അത്രയും കാണിക്കാനുള്ള കാഴ്ചകളുണ്ട് വാഗമണ്ണിൽ റൂട്ടിലേക്കൊക്കെ പോകണം. അവിടെ കുട്ടികളെ പന്ത് കളിക്കുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഫൈനലി സ്പോട്ടഡ് നമ്മുടെ കന്മതത്തിൻ്റെ ലൊക്കേഷനിലെത്തി. ഒരു കയറ്റം വലിച്ച് കയറിക്കുക. ഒരുപാട് താഴ്ചയിൽ നിന്ന് ഇങ്ങനെ പോകുന്നതാണ്. കന്മതം ഷൂട്ട് ചെയ്ത പാലക്കാട് ജില്ലയിലെ മലമ്പുഴക്കപ്പുറം കവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. കവ ശ്രീ അയ്യപ്പ ക്ഷേത്രമാണ് അവിടെ കാണുന്നത്. പള്ളിപ്പാറ എന്ന് പറയുന്നുള്ള സ്ഥലം. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ ആയിട്ടാണ്
ഷൂട്ട് നടന്നിട്ടുള്ളത്. ഷൂട്ട് ചെയ്ത കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇവിടുത്തെ കാഴ്ചകളുണ്ടല്ലോ ഒരു രക്ഷയില്ല. ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ കണ്ടാലേ മനസ്സിലാവും എനിക്ക്. തൊട്ടപ്പുറത്താണ് മലനിരകൾ, അടിപൊളി കാഴ്ചകൾ അല്ലേ. ഒരു ചെറിയ അയ്യപ്പ ക്ഷേത്രം നിൽക്കുന്നുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 4:45 5 മണിയോടടുക്കുന്ന സമയമായി. ചെറിയൊരു ചാറ്റൽ മഴ ഈ സമയത്ത്. ഒരു രക്ഷയില്ല ഇവിടുത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ. ചൂടാണെന്നുണ്ടെങ്കിൽ പെരും ചൂടായിരിക്കും. തണുപ്പ് കാലാവസ്ഥയിൽ നല്ല രസമാണ് ഈ ഭാഗത്തൊക്കെ വന്നാൽ. കവ, ധോണി, പാലക്കാട് ഭാഗങ്ങളിലൊക്കെ അടിപൊളി ലൊക്കേഷനാണ്. ഈ ഭാഗത്തായിരുന്നു, ഈ മരത്തിൻ്റെ ഈ ഭാഗത്താണ് നമ്മുടെ കന്മദത്തിൽ മഞ്ജു വാര്യരുടെ വീടൊക്കെ സെറ്റ് ഇട്ടിരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. ഈ ഭാഗത്തായിട്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഇവിടുള്ള നാട്ടുകാർ. ഇവിടെ നിന്ന് ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അവിടെ നിന്ന് ഇങ്ങനെ ഒരു കോർണറാണ്, ഒരു റോഡാണ് ഇങ്ങനെ പോകുന്നത്, ഒരു ടേണിങ്ങിലാണ്. ഇപ്പോൾ ഇവിടെ ഒരു പുതിയതായിട്ടൊരു കോറിയൊക്കെ വന്നിട്ടുണ്ട്. അന്ന് ഈ കോറിയൊന്നുമില്ല. കോറി നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ എംറ്റി ആയിരുന്നു. ഇതിൻ്റെ അപ്പുറത്തെ, കോറിയുടെ അപ്പുറത്തായിട്ട് ആ ടേണിങ് അങ്ങനെ തിരിഞ്ഞ് വരുന്ന ഭാഗത്തായിരുന്നു നമ്മുടെ മാളച്ചേട്ടൻ്റെ വീടും സെറ്റിട്ടിരുന്നത്. നല്ലൊരു ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഭാഗങ്ങളൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയതുമില്ല. കാരണം പെട്ടെന്ന് 6-6:15 ആകുമ്പോഴത്തേന് ഇരുട്ടുമാവും. അപ്പോൾ ഈ മഴ നമുക്ക് ചെറുതായിട്ടൊരു പണി തന്നു. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറം തന്നെയാണ് മമ്മൂട്ടിയുടെ മൃഗയ, മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പഴയ പടമാണ്. അതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത്. ആ ഭാഗങ്ങളൊന്നും ഇപ്പോൾ കണ്ടാൽ തിരിച്ചറിയില്ല. കുറേ എത്രയോ വർഷം പഴക്കമുള്ളതല്ലേ. അപ്പോൾ മൃഗേൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും ഈ ഭാഗങ്ങളിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് നടന്നിട്ട്. അതിന് നമുക്ക് നേരെ ഈ വീട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാവും. കാരണം റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ദൃശ്യം 1, 2 ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യത്തിലെ ലാലേട്ടൻ്റെ വീടാണ് നിങ്ങളിപ്പോൾ തൊട്ട ബാക്കിൽ കണ്ടത്. അവിടെ നേരെ വീണ്ടും ഞങ്ങൾ പോകുന്നത് വാഗമണ്ണിലെത്തിയിട്ടാണ്. വാഗമണ്ണിലെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വെറുതെ ഇങ്ങനെ ഫാമിലി ഒരു ചെറിയ ട്രിപ്പ് അടിച്ചായിരുന്നു വാഗമണ്ണിൽ. വാഗമണ്ണ് ഒരു രക്ഷയില്ലാത്ത സ്ഥലങ്ങളാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വാഗമണ്ണിൽ നല്ല തണുപ്പ്, അതുപോലെ തന്നെ ചാറ്റൽ മഴ, അന്തരീക്ഷങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ പോയതല്ല, അതിപ്പോൾ ഒരു 2 മാസം മുന്നേ പോയതായിരുന്നു. എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഇങ്ങനെ കലക്കി കുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അടിപൊളി ലൊക്കേഷനാണ് വാഗമണ്ണ്. കാര്യങ്ങളൊക്കെ പോയവർക്കൊക്കെ അറിയാം. ഒരുപാട് സിനിമകളിലുണ്ട് ഈ ഒരു ഭാഗങ്ങളൊക്കെ, കുറേ ഭാഗങ്ങളൊക്കെ. അതുപോലെ തന്നെ അവിടെ കുറേ ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാനൊക്കെ. ഒക്കെ കണ്ട് ഇങ്ങനെ കലക്കി കുത്തി പോകുന്നതാണ് അന്ന് വാഗമണ്ണിൽ പോയപ്പോൾ. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെന്താടാ സംഭവം? നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് താഴേക്കുള്ള കാഴ്ചകളാണ് അല്ലേ? വാഗമണ്ണല്ല, അത് മൊട്ടക്കുന്നിൻ്റെ ഭാഗമാണ്. വാഗമണ്ണിൽ തന്നെ ഒരു മൊട്ടക്കുന്ന് എന്ന് പറയുന്നത്. ട്രക്കൊക്കെയാണ് പോകുന്നത്, ജീപ്പിലൊക്കെ പോകുന്ന ആ ഏരിയയൊക്കെയാണ് കാണുന്നത്. ലിയാൻ്റെ ഇതെന്താ സംഭവം? സിപ്പ് ലൈനിൽ കയറിയതായിരുന്നു ജില്ലേ. ഒരു പോക്കുണ്ട് അങ്ങോട്ട് പോയിട്ട്. കണ്ണും മുറൊന്നും കാണാൻ പറ്റില്ലായിരുന്നു അല്ലേ? പേടിച്ച് വയറിളകിയില്ല എനിക്ക്. പിന്നെ അല്ല, ഞാൻ കണ്ടതാണല്ല. പിന്നെ കുറേ നടന്നിട്ടാണ് പിന്നെ ഇങ്ങോട്ട് മേലേക്ക് വരുന്നത്. അങ്ങോട്ട് താഴേക്ക് പോകാൻ ഒരുപാട് ദൂരമൊക്കെ അങ്ങോട്ട് പോകും.
പിന്നെ ആൾ ഒരു റൂട്ടിൽ കൂടെ കയറ്റം കയറിയിട്ട് നടന്ന് ഇങ്ങോട്ട് വരണം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇടുക്കിനെ പറ്റിയിട്ട് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലേ. വാഗമണ്ണ് മൂന്നാറൊക്കെ പോയവർക്കൊക്കെ അറിയാം. സംഭവം കിടുവാണ്. ആ പോണ് ലിയാനേ, എൻ്റെ പോക്കാണ് ആ കാണുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിരുന്നത് അല്ലേ? നമ്മളിങ്ങനെ സൂം ചെയ്ത് വെച്ചാണ്. നിങ്ങൾ വ്യക്തമായിട്ട് കാണുന്നൊന്നുമില്ല അല്ലേ? പൊക്കോട്ടം കണ്ട്. ആ വാഗമണ്ണിൽ തന്നെ അതേപോലെ തന്നെ ഐറിയും ലസിനും ഇതിനകത്തൊക്കെ കയറാൻ ഭയങ്കര എക്സ്പെൻസീവ് ആണ് കേട്ടോ. അവിടെ അവർ ഭയങ്കര ചാർജാണ് വാങ്ങുന്നത്. ഒരു കുട്ടിക്ക് 250 300 ഒരു കുട്ടീൻ്റെ അടുത്ത് തന്നെ വാങ്ങിക്കൂട്ടുന്നത്. 4 കുട്ടികളൊക്കെ ആയിട്ട് പോയാൽ സംഖ്യ നമുക്കവിടെ പോവാം, പൊട്ടുകയാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിലൊക്കെ ഇങ്ങനത്തെ ഒക്കെ പാർക്കിലും ബീച്ചിലൊക്കെ ഉണ്ടെന്നുണ്ട് 50 രൂപ 100 രൂപക്കൊക്കെയാണ് കയറ്റുന്നത് കുട്ടികളെ. ഇവിടെ ഓരോന്നിനും കളിക്കുന്നത്, ഈ ചാടി കളിക്കുന്നതിന് മാത്രം എത്ര രൂപ വാങ്ങിയത്? 150 അല്ല 250 ഭയങ്കര ചാർജാണ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജും അത്യാവശ്യം ചാർജ് ഉണ്ട്. നല്ല പൈസ വാങ്ങിയിട്ടാണ് നമ്മൾ കയറ്റുന്നത്. പക്ഷേ ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണെന്നൊക്കെയാണ് പറയുന്നത്, അവർ അവകാശപ്പെടുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയില്ല കേട്ടാ. ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടിക്ക് അടുത്തുണ്ട് നമ്മളവിടെ മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ട്. അതും അത്യാവശ്യം വായ്പുണ്ട്. അവരുള്ളവരും പറയും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ്. ആരുതാ വിശ്വസിക്കല്ലേ? ചാനലുകാർ പറയുന്ന കാര്യം റേറ്റിങ്ങിൽ നമ്പർ 1 ആണെന്ന് ഓരോരുത്തരും ഇങ്ങനെ പറയുമല്ലോ, കണക്കുകളൊക്കെ ധരിച്ചിട്ട്. അതുപോലെ തന്നെ നമ്മളും ഇങ്ങനെ കേട്ടിരിക്കണം. ഓക്കെ, ഏതായാലും ഞങ്ങളൊരു വൺ ഡേ അല്ല, ഒറ്റ ദിവസം അവിടെ സ്റ്റേ ചെയ്ത് പിറ്റേന്ന് ഒന്നിങ്ങനെ കണ്ട് കറങ്ങി പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ പോകുന്നിട്ട് കാര്യമില്ല, അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യം 2 ദിവസം 3 ദിവസമൊക്കെ നിൽക്കണം. എന്നാലും കുറേയൊക്കെ കവർ ചെയ്തിട്ടാണ്. അത് നമ്മളെ കൊട്ടവഞ്ചി അല്ലേ, അതിൽ മീനിന് തീറ്റൊക്കെ കൊടുക്കുന്ന കാഴ്ചകളൊക്കെ ഉണ്ട് കുറേ. എത്രയോ മീനുകളാണ് അതിനകത്ത്. കയ്യിൽ വന്നിട്ട് ഇങ്ങനെ കൊത്തിയിട്ടേ കറക്കുകയാണ് ആ വഞ്ചി, കൊട്ടവഞ്ചി. ഇങ്ങനെ ഇതിന് മീനിന് കൊടുക്കാനുള്ള തീറ്റ കാര്യങ്ങളൊക്കെ വരും. അവിടെയൊക്കെ വലിയ ചാർജും കാര്യങ്ങളൊന്നുമില്ല. അതിനകത്ത് നല്ലൊരു ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നല്ല രസമായിട്ട് അങ്ങനെ പോകും. ചൂടുണ്ടായിരുന്നു അന്ന്. നേരെ ചാവക്കാട് എത്തിയിട്ടാ. ചാവക്കാട് ഒരു പാർക്കില്ല, ബീച്ച് എവിടെ പോയിരുന്നു നമ്മൾ? ആ ബീച്ചിനടുത്തുള്ള ഫാം വില്ല അല്ലേ, അവിടെ പോയപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ അടുത്തത് ഇതായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ തത്തകളും കുറേ പാമ്പ്, ഓന്ത് പോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എലി, ആനല്ല, പശു, കാളൊക്കെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതിനകത്ത്. കോഴികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. എലി ഒക്കെ ഉണ്ടായിരുന്നു. ഇതെന്താടാ സാധനം? പാമ്പ്. വീഡിയോ എടുക്കണ്ട്. എന്താണ്ട് പറഞ്ഞോളെ, ടിക്കറ്റ് വലിക്കരുതിട്ടാ. വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് നോക്ക്. അത് ഭയങ്കര കുറവാണ്. അതിനിടയിൽ നമ്മുടെ നാട്ടിൽ കൂടെ ഒന്ന് കവർ ചെയ്ത് വന്ന് നേരെ തിരൂര് തുഞ്ചത്ത് ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുഞ്ചംപറമ്പ് എന്ന് പറയും ഞങ്ങളുടെ മലയാളത്തിൻ്റെ എന്താ പറയുക, ഭാഷാപിതാവിൻ്റെ ജന്മസ്ഥലം തിരൂര് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ തുഞ്ചംപറമ്പിൽ ഉത്സവത്തിൻ്റെ കാഴ്ചകളാണ്. ഇത്രയോ ജനങ്ങളാണ് വന്നു പോകുന്നല്ലേ. എഴുത്തിനിരുത്താൻ വരുന്നതാണ്. ആയുധപൂജ, പുസ്തക പൂജ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ വലിയ ഉത്സവമായിട്ട് ഇങ്ങനെ നടക്കാറുണ്ട്. ഒരുപാട് ആളുകളുണ്ടാവും. ആ കാഴ്ചകളൊക്കെയാണ് ഇങ്ങനെ കാണുന്നത്. അന്ന് സവാബും ഉണ്ടായിരുന്നു കൂടെ. ഞാൻ, സവാബ്, പിന്നെ ആരെ കൂടെ ഉണ്ടായിരുന്ന അറഫാത്ത്. ഞങ്ങൾ 3 പേരും കൂടെ രാവിലെ പോയി കാഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ പോകുന്നതാണ്. നല്ല ജനങ്ങൾ ഒരുപാട്. ഈ പൂരസ്ഥലത്ത് പോയാൽ ഭയങ്കര രസമാണല്ലോ ഇങ്ങനെ നടക്കാനല്ലേ. ഒരുപാട് കച്ചവടക്കാർ, പലതരം കച്ചവടക്കാർ, അന്നിറങ്ങുന്ന ഉപജീവനത്തിന് ഇറങ്ങുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ പൂരസ്ഥലങ്ങളിൽ മാത്രം കറങ്ങും. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ഇതാണ് തുഞ്ചൻ കവാടം, തുഞ്ചൻപറമ്പിലേക്കുള്ള കവാടമാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടത്. അതുപോലെ തന്നെ ഈ മൺചട്ടി, തൊണ്ട്, ഇതൊക്കെ മൺപാത്രത്തിൻ്റെ കുറച്ച് കച്ചവടക്കാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അതിൻ്റെ ബിസിനസ്സുകാർക്കൊന്നും ഇപ്പോൾ പഴയ പോലെ ഇങ്ങനെ കൊട്ടയിലേറ്റ് നടക്കുന്നൊന്നും കാണാറില്ല. ഉത്സവങ്ങളിലും ഇതിലൊക്കെ ഇങ്ങനെ കാണും. ഇനിയിപ്പോൾ ഞങ്ങളെ അടുത്തുണ്ട് ജനുവരിയിൽ പുതിയങ്ങാടി നേർച്ച, അതിലിങ്ങനെ പൊന്തും. അതുപോലെ തന്നെ കരിമ്പ് ഐസ്, കരിമ്പ് ഭയങ്കര രസമാണ് അല്ലേ. ഈ കരിമ്പ് ജ്യൂസ് അടിക്കില്ല, ഇതിങ്ങനെ പച്ചയിലിങ്ങനെ കടിച്ച് പറിച്ച് തിന്നുന്ന കരിമ്പാത്തുണ്ട്. അതുപോലെ തന്നെ ജാഗിരി, ഗൂഡ്, വെല്ലം എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഇതിലാണ് ഉണ്ടാക്കാറ്. ഷുഗർ അല്ലേ. അപ്പോൾ മുത്തുമണികളെ, ആരെങ്കിലുമൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1 hour വീഡിയോ ആണ്. ഫുള്ളായിട്ട് കണ്ടിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സല്യൂട്ട് അടിക്കുകയാണ്. കാര്യം ഇത്രയും ലോങ് വീഡിയോ ഒക്കെ ഒറ്റയടിക്ക് ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പോട്ടെന്നാ, ബൈ.